ആനന്ദകരം പ്രസന്നം ജ്ഞാനസ്വരൂപം നിജഭാവയുക്തം യോഗീന്ദ്രവന്ദ്യം ഭവരോഗവൈദ്യം ശ്രീമദ്ഗുരും നിത്യമഹം നമാമി. ശ്രീമദ്ഗുരും നിത്യമഹം നമാമി നമാമി. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ മംഗള ശ്ലോകം ഗുരുവിനെ സ്മരിക്കലാണ്. എന്ത് ഗുരു, എങ്ങനെയുള്ള ഗുരു എല്ലാമാണ് ഇത് പ്രസ്താവിച്ചിരിക്കുന്നത്. ആനന്ദദായകമായത്, പ്രസന്നമായത്, ജ്ഞാനസ്വരൂപം, നിജഭാവയുക്തമായിട്ട് ജ്ഞാനസ്വരൂപം, ഭവരോഗവൈദ്യം യോഗ്യതയുള്ള ആള്, അങ്ങനെയുള്ള ശ്രീമദ്ദായിട്ടുള്ള ഗുരുവിനെ അഹം നിത്യം നമാമി. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് യോഗ്യമായ സ്വീകരിക്കുക, അയോഗ്യമായത് കളയുക എന്നുള്ള തത്വത്തെയാണ്. നല്ലത് സ്വീകരിക്കുക, ചീത്ത കളയുക. അതൊരു പൊതു നിയമമാണ്. ഇന്ന് നമ്മളിവിടെ ഈ 6-ാമത്തെ അധ്യായം തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്, അഷ്ടാംഗ സൂത്രസ്ഥാനം. അതില് 173 ശ്ലോകങ്ങൾ കാണും ഏതാണ്ട്. കൃത്യമായിട്ട് 173 തന്നെ. എന്താണ് അന്നം? എത്ര തരമുണ്ട്? ശാലി എന്താണ്? വ്രീഹി എന്താണ്? ഷഷ്ടേശാലി, രക്തശാലി എന്നെല്ലാം കേട്ടിട്ടുണ്ടാവും എല്ലാവരും. എന്താണ് അത്? എങ്ങനെയാണ് അങ്ങനത്തെ പേര് വന്നത്? എന്തുകൊണ്ടാണ് പലതും ശ്രേഷ്ഠമല്ലാതായത്? എന്തുകൊണ്ടാണ് ശ്രേഷ്ഠമായത്? നാം സ്വീകരിക്കുന്ന അഥവാ നിത്യം ശീലിക്കുന്ന അന്നം ബ്രഹ്മമായിട്ടാണ് കണക്കാക്കുന്നത്. അന്നം ബ്രഹ്മ എന്നുണ്ട്. യവഗോധൂമാദികള് വേറെ പറയുന്നുണ്ട്. ഇപ്പോ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ മൊത്തം ഭാരതത്തില് അരിയുടെ ഉപയോഗം കുറഞ്ഞിരിക്കുന്നു എന്ന് കാണാൻ കഴിയും. ഉത്തര ഭാരതത്തിൽ അരിയുടെ ഉപയോഗം വളരെ കുറവ്. ഇവിടെ കേരളത്തില് കുറഞ്ഞു വരികയാണ് അരിയുടെ ഉപയോഗം. തമിഴ്നാട്, കേരളം, ആന്ധ്ര, കർണാടകം ഇവിടെയെല്ലാമാണ് അരിയുടെ ഉപയോഗം ജാസ്തിയുള്ളത്. ഒറീസ, അവിടെയും അരി ധാരാളമുണ്ട്. ബംഗാൾ, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന ഭാഗങ്ങളിലെല്ലാം അരിയുണ്ട്. പക്ഷേ സാധാരണ അരിയല്ല, ബസ്മതി. ഇതിന്റെ എല്ലാം ഗുണങ്ങൾ ക്രോഡീകരിച്ച്
അന്നത്തെ കാലത്ത് ഒരു 5000 വർഷങ്ങൾക്ക് മുൻപ് എന്ന് തന്നെ പറയാം. അതിനെ അടുക്കും ചിട്ടയോടുകൂടി ഓരോന്നിൻ്റെയും മഹത്വം ശാസ്ത്രോക്തമായ രീതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിനെക്കുറിച്ച് വളരെയധികം പഠനം നടത്തിയിട്ടുണ്ടെന്ന് കാണാം. ഇപ്പോ ശാസ്ത്രങ്ങൾ ശാലി അന്നത്തിനെ കുറിച്ചാണ് തുടക്കം. ശാലി അന്നം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഷഷ്ടികശാലി. ഷഷ്ടികശാലി പറഞ്ഞാൽ നവര എന്നർത്ഥം. അതിനെ ശാലി എന്നും വ്രീഹി എന്നും രണ്ടായി തിരിക്കുന്നുണ്ട്. എന്താണ് വ്രീഹി, എന്താണ് ശാലി? സാധാരണഗതിയിൽ ചുവപ്പ് നിറമുള്ള ചുവന്ന തവിടുള്ള അരിയെ ശാലി എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. വെളുത്ത തവിടുള്ള അരി വ്രീഹി എന്ന്. പക്ഷെ വ്രീഹി എന്ന പദത്തിന് അതിവിപുലമായ അർത്ഥമാണുള്ളത്. അപ്പോ നവരെ ഷഷ്ടികശാലിയെ പരാമർശിക്കുമ്പോൾ അതിലൊരു പ്രയോഗമുണ്ട്, ഷാഷ്ടികോ വ്രീഹിഷി ശ്രേഷ്ഠോ. ഷാഷ്ടികം വ്രീഹികളിൽ ശ്രേഷ്ഠമാണ്. അപ്പൊ വ്രീഹി ചുവപ്പാണോ? അല്ല. വെള്ളയാണോ? ഷഷ്ടികശാലി നവര ചുവപ്പാണ്. വ്രീഹിഷി ശ്രേഷ്ഠോ എന്ന് പറഞ്ഞു. വ്രീഹികളിൽ വെച്ച് ശ്രേഷ്ഠമാണ് ഷഷ്ടികശാലി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അവർ നടത്തിയ പഠനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മുടെ രാജ്യത്ത് 2 തരം വിളവുകളാണ് ഉണ്ടായിരുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാല്, ഉഷ്ണകാലം കഴിഞ്ഞ് ആ ഗ്രീഷ്മത്തിലെ ചൂടിന്റെ രൗദ്രം ഭൂമി ഏറ്റുവാങ്ങി തപിച്ച് ചില പച്ചിലകളെല്ലാം കത്തിച്ച് ഉഴുത് മറിച്ച് അതിൽ നെൽവിത്ത് പുതുമഴ പെയ്തതിന് ശേഷം അഥവാ കുറച്ച് നനവുണ്ടാക്കി നെൽവിത്ത് വിതച്ച് ഒരു 3 മാസത്തിന് ശേഷം വിളവെടുക്കും. അത്തരം വിത്തുകളെ, അത്തരം നെൽ ഇനങ്ങളെ, അത്തരം ധാന്യങ്ങളെയാണ് നമ്മൾ വ്രീഹി എന്ന് പറയുന്നത്. ആ സമയത്ത് ഉൽപാദനം തരുന്ന, വിളവ് തരുന്ന നെല്ല് ജനുവരി ഫെബ്രുവരി മാസത്തേക്ക് യോഗ്യമല്ല. അത് കേവലം കൊല്ലത്തിൽ 1 പ്രാവശ്യമേ കതിര് വരുള്ളൂ. അത് വരുന്നത് ഓഗസ്റ്റ് മാസം, സെപ്റ്റംബർ, കന്നി മാസം എന്ന് പറയും മലയാളത്തിൽ. അതിനാണ് കന്നിയിൽ മാത്രം കൊയ്യുന്നതിനെയാണ് വ്രീഹി എന്ന് അർത്ഥമാക്കുന്നത്. ശാലി അങ്ങനെയല്ല. ശാലി എല്ലാ കാലത്തും വിളവെടുക്കും. അതാണ് വ്രീഹിയുടെ ശ്രേഷ്ഠോ എന്ന് പറയാൻ കാരണം. ഷഷ്ടികം 60 ദിവസം കൊണ്ട് കതിര് വരുന്നത്, 70 ദിവസം കൊണ്ട് കതിര് വരുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 60 ദിവസമാണ്. 70 ദിവസം, 90 ദിവസം, 120 ദിവസം, 140 ദിവസം, 160 ദിവസം, 180 ദിവസം വരെ എടുത്തിട്ട് വിളവ് തരുന്ന അഥവാ കതിര് വരുന്ന നെല്ലിനങ്ങൾ നമ്മളിവിടെ സുലഭമാണ്. അത് പ്രാദേശികമായിട്ട് വൈവിധ്യമാർന്നതാണ്. അത്തരം ശാലിവർഗത്തിലും വെളുത്ത തവിടുള്ള അരികളുണ്ട്. അപ്പൊ വെളുത്ത തവിടുള്ള വെളുത്ത അരി വ്രീഹീനത്തിലും വരും, ശാലീനത്തിലും വരും. ചുവന്ന തവിടുള്ള അരി വ്രീഹീനത്തിലും ശാലീനത്തിലും ഒരുപോലെ വരും.
ഇവിടെ വ്രീഹിഷു ശ്രേഷ്ഠോ എന്ന് പറയാൻ കാരണം ആ ശാലിയുടെ മഹത്വമാണ്. കാരണം വ്രീഹി ധാന്യങ്ങളെല്ലാം അമ്ലത്വം, മധുരരസത്തിന് ക്രമേണ കുറവും. അത് പിന്നീട് പുസ്തകങ്ങളിൽ പറയും യൽസ്വാദു വ്രീഹിർ അമ്ലത്വം എന്നുവെച്ചാൽ അമ്ലം അഭി ഡാഡിമം എന്ന് ദ്രവ്യാദി വിജ്ഞാനത്തിൽ പറയും. 9-ാം അധ്യായത്തില് വിശദീകരിക്കുന്നുണ്ട്. അപ്പോ അമ്ലത്വം വ്യാധി വ്രീഹി, ശാലി മധുരമാണ്. ഇതാണ് അതിന്റെ. അപ്പോ ഇത് ഞാൻ ഇപ്പൊ ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ നെല്ലിനങ്ങളെ കുറിച്ച് ഗഹനമായ പഠനം 5000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭാരതത്തിൽ നടത്തിയിരുന്നുള്ളതിന്റെ തെളിവാണ് ഈ പറഞ്ഞതെല്ലാം. ആ തെളിവിന് വേണ്ടിയാണ്. നമ്മൾ മോശക്കാരല്ല, നമ്മൾ പണ്ഡിതന്മാരാണ്, ജിജ്ഞാസുക്കളാണ്, പഠനം നടത്തിയവരാണ് എന്നുള്ളൊരു തെളിവാണ്. എല്ലാ കാര്യങ്ങളെ കുറിച്ചും പഠനം നടത്തിയവരാണ് ഭക്ഷണത്തെക്കുറിച്ച് എന്നുള്ളതിന്റെ തെളിവാണ് ഈ പറഞ്ഞത്. അല്ലാതെ യാതൊരു അറിവുമില്ലാതെ ഒരു ദിവസത്തിൽ എന്തോ ഒരു 2-4 ദിവസം ലാബിലൊക്കെ പരീക്ഷിച്ച അതിന്റെ സ്റ്റാർച്ചാണ്, അത് നാവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മധുരമുണ്ട്, അതുകൊണ്ട് ഡയബറ്റീസ് അവർ പാടില്ല എന്നെല്ലാം പറയുന്ന മാതിരിയല്ല. ഏതോ കുറച്ച് നാൾ കൊണ്ടുള്ള ഗവേഷണത്തിന്റെ ഭാഗമല്ല ഇത്. ആയിരക്കണക്കിന് വർഷങ്ങൾ എടുത്തുള്ള ഗവേഷണമാണ്. ഗവേഷകർ തലമുറകളാണ്, ഒരു വ്യക്തിയല്ല. ചുരുങ്ങിയത് 7 ജനറേഷൻ ശാസ്ത്രജ്ഞർ അതിൽ പരീക്ഷണം നടത്തിയിട്ടുണ്ടാവും എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെ കുറ്റമറ്റതാക്കിയതിന് ശേഷമാണ് ശാസ്ത്രം ആകുന്നുള്ളൂ. അതായത് ശസ്യതയെ ആജ്ഞാപേതേതി എന്നതിന്റെ നിർവചനം കൊടുക്കാൻ ശേഷി ഉണ്ടാവുകയുള്ളൂ. അത് കാലാതീതമാണ്, കാലം ബാധിക്കാത്തതാണ്, ബിയോണ്ട് ടൈം ആണ് എന്ന് തെളിയിക്കപ്പെട്ടതാണ്. അതിന് ഒരു തെളിവും കൂടിയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അതിനുവേണ്ടിയാണ് ഇത്രയും വിവരണം തന്നത്. ഈ വിവരണത്തിൽ ആർക്കെങ്കിലും ചെറിയ സംശയങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം കൊടുത്തിരുന്നു എന്ന് വേണം കരുതാൻ. ധാന്യം ഉൽപ്പാദിപ്പിക്കാൻ അന്നമില്ലാണ്ട് ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. അന്നമാണ് എല്ലാം. അന്നമയമാണ് മനസ്സ്, അന്നമയമാണ് ഭൂതങ്ങള്, അന്നമയാണ് ശരീരം എന്നുള്ളത് തെളിവാണത്. ഋഗ്വേദം, എല്ലാ വേദങ്ങളും ഒരേപോലെ പ്രസ്താവിക്കുന്നതാണത്. ആയുർവേദം ഉൾപ്പെടെ അന്നത്തിന് പരമ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. അന്നാദ്ഭവതി ഭൂതാനി, അതാണ് അതിന്റെ അടിസ്ഥാനം. എല്ലാ ഭൂതങ്ങളും അന്നം കൊണ്ട് ഭവിക്കുന്നതാണ് എന്ന്. അപ്പോ മനുഷ്യൻ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? അനാദികാലമായിട്ടുണ്ടാവും. വിവിധ തരം ധാന്യങ്ങളെ കുറിച്ച് പരാമർശമുണ്ട്. ശിംബി ധാന്യങ്ങള്, കതി തരുന്നത്, തൃണധാന്യങ്ങള്, വൈവിധ്യമാർന്നതാണത്. മുതിര, പയറ്, ഉഴുന്ന്, ചെറുപയറ് മുതലായ ധാന്യങ്ങള്, ചാമ, തിന, വരക് എന്നീ ധാന്യങ്ങള്, കമ്പ്, പരിപ്പ് തരുന്ന ധാന്യങ്ങള്, പയറുവർഗ്ഗങ്ങള്, പരിപ്പ് വർഗ്ഗങ്ങള്, അങ്ങനെ അനവധി രീതിയിൽ അതിൻ്റെ ഗുണം അനുസരിച്ചും അതിൻ്റെ ഉപയോഗം അനുസരിച്ചും ലഭ്യത അനുസരിച്ചും നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഇപ്പോ പരിപ്പുകൾ തന്നെ പല വിധത്തിലുണ്ട്. മുൽഗം,
മാഷം, കുലത്ഥം, യവകം, മസൂരി പരിപ്പ് എന്ന സാധനമുണ്ട്, മസൂർ. അത് പൊതുവെ ഉപയോഗയോഗ്യമല്ല. പക്ഷേ ചില വിഭാഗക്കാര് ചില കാലങ്ങളിൽ അത് ഉപയോഗിക്കും. മസൂർ പരിപ്പ്, മസൂരം. മസൂരം എന്ന് പറഞ്ഞിട്ട് വേറെ വിവിധ തരത്തിലുള്ള പരിപ്പുകളുണ്ട്. ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്, വ്രണങ്ങൾക്കും വിദ്യകൾക്കൊക്കെ ഉപയോഗിക്കുന്ന മസൂരം. ഓരോ ധാന്യങ്ങളുടെയും പ്രത്യേകത കണക്കിലെടുത്ത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് 6-ാം അധ്യായത്തില്. അതാണ് ഈ 173 ശ്ലോകങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ വ്രീഹിവർഗം, ശാലിവർഗം, ഓരോ തരത്തിലുള്ള ഔഷധങ്ങളെ കുറിച്ച് പരാമർശമുണ്ട്. കായകളെ കുറിച്ച് പരാമർശമുണ്ട്. നമ്മൾ ഔഷധത്തിന് ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ദ്രവ്യങ്ങളും അതിൽ രസവീര്യ വിഭാഗങ്ങള്, ശ്രേഷ്ഠത, എന്താണ് എരിവ് രസം തരുന്നത്, എന്താണ് മധുരരസം തരുന്നത്, ഇതെല്ലാം പഞ്ചഭൂത സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമാണ്. ഷഡ്രസങ്ങളിൽ അധിഷ്ഠിതമാണ്. മധുരരസം ഉള്ള ദ്രവ്യങ്ങളായിട്ടൊന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. എരിവ് രസം, ഉപ്പ് രസം, അമ്ളം, ചവർപ്പ് രസം, അങ്ങനെ 6 രസങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അതില് ശ്രേഷ്ഠ ആയതിരുന്നത് ഉമിനീരായിട്ട് സമ്പർക്കം കൊണ്ട് കിട്ടുന്ന മാറ്റം ഇന്ന രീതിയിൽ അതിന്റെ പരിണാമം സംഭവിച്ചിരുന്നത് എന്നെല്ലാം സൂക്ഷ്മമായിട്ടുള്ള പഠനം നടത്തി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾക്ക് അത്ഭുതം തോന്നും. അന്നത്തെ കാലത്ത് ഇന്ന് നമ്മൾ അഭിമാനിക്കുന്ന അത്രയും ടെക്നോളജി അന്നില്ല എന്ന് നമ്മൾ കരുതും. പക്ഷേ നമ്മൾക്കറിയില്ല ആ ടെക്നോളജി. നമുക്കിപ്പൊ അറിയാവുന്ന ടെക്നോളജി വേറെയാണ്. അന്ന് എങ്ങനെ ഇത്തരം ഇതിന്റെ മഹത്വം, ഇതിന്റെ ഓരോ വൈവിധ്യമാർന്ന ഗുണങ്ങൾ കണ്ടുപിടിച്ചു എന്ന് ഇപ്പോഴും നമുക്ക് ഊഹിക്കാൻ പ്രയാസമാണ്. അപ്പൊ അത്തരം അത് ഈ ഉപയോഗത്തിൽ അറിയാം. കർമ്മഭിസ്ത്വനുമീയന്തേ നാനാ ദ്രവ്യാശ്രയാഹ ഗുണാഹ. കർമ്മം കൊണ്ട് അനുമാനിക്കാൻ പറ്റും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അത് നമ്മൾക്ക് ദ്രവ്യാദി വിജ്ഞാനീയം തുടങ്ങി രസഭേദിയം എന്ന 2 ചാപ്റ്റർ 9-10 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ ബോധ്യപ്പെടും. എങ്ങനെയായിരുന്നു ഈ ഇത്തരം അറിവുകൾ നമ്മൾ നേടിയിരുന്നത്, അതിന്റെ ടെക്നോളജി എന്താണ്, എന്താ ടൂൾസ്. വളരെ വിചിത്രമാണ്. നമുക്ക് ഒരു അഭിമാനം തോന്നും എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ. ഇപ്പൊ നമ്മളെന്താണ് ദുരഭിമാനികളാണ്. ഇപ്പൊ പാശ്ചാത്യമായ രീതികൾ, ഇപ്പോഴത്തെ ഭാരതത്തിലെ എഡ്യൂക്കേഷന്റെ രീതിയിൽ വന്ന വൈകല്യങ്ങള്, അത് വെച്ചിട്ട് അഹങ്കാരം, തമോ ഗുണം, എങ്ങനെ ഒരു മനുഷ്യനെ സാത്വികനാക്കാം അന്നം കൊണ്ട് എന്നുള്ള ആ ടെക്നോളജി, ആ വിദ്യ എങ്ങനെയാണ് പ്രാവർത്തികമാക്കുക എന്നെല്ലാം ഇത് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഒരു ദുഷ്ടൻ, പറഞ്ഞാൽ കേൾക്കാത്ത ആള്, താമസൻ എന്ന് പറഞ്ഞാൽ തമോ ഗുണി എന്നർത്ഥം. അപ്പൊ അന്നത്തെ വിഭജിക്കുന്ന 3ആയിട്ട് വിഭജിക്കും: സാത്വികപ്രിയം, താമസപ്രിയം, രാജസപ്രിയം. ഒരാള് ഭക്ഷണം കഴിക്കുന്നത് കണ്ടാൽ അറിയാം അവൻ തമോ ഗുണിയാണോ, രജോ ഗുണിയാണോ, സത്വവാനാണോ എന്ന്. അരി വെന്തോ നോക്കാൻ ഒരു വറ്റെടുത്ത് പരിശോധിച്ചാൽ ധാരാളം മതി. അതാണ് അതിന്റെ ന്യായം, താലിബുലാഗ ന്യായം. ബാക്കി നമ്മൾ അനുമാനിക്കും. അതുകൊണ്ട് ഒരു വ്യക്തിയെ എങ്ങനെ മഹാനാക്കാം, എങ്ങനെ കുറ്റമറ്റതാക്കാം, എങ്ങനെ സംസ്കരിച്ചെടുക്കാം, എങ്ങനെ അവനെ സത്വഗുണം വർദ്ധിപ്പിക്കാം,
അതിനു വേണ്ടിയാണ് ഈ ശാസ്ത്രം നിലകൊള്ളുന്നത്. അതിനാണ് അതിന്റെ ഗുണങ്ങൾ സൂക്ഷ്മ രീതിയിൽ പഠിപ്പിക്കുന്നത്, അല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. വെറുതെ ഏട്ടിലെ പശുവായിട്ട് കാര്യമില്ല. ഉപയോഗയോഗ്യമാവണം, ഉപയോഗശൂന്യമാകരുത്, ഉപയോഗിക്കാൻ പറ്റാത്തതാകരുത്. അതുകൊണ്ട് സൂക്ഷ്മ നിരീക്ഷണങ്ങൾ നടത്തി നമ്മൾ ഇതിനെ പഠിച്ചേ മതിയാവും. എന്നാലാണ് ഒരു വ്യക്തി എങ്ങനെ നല്ലവനാക്കാം, എന്തുകൊണ്ടാണ് ഇപ്പൊ തലമുറ നാശമായി താൻ തോന്നികളാവുന്നത്. അച്ഛനും അമ്മയും പറഞ്ഞ കേൾക്കാത്ത മക്കളാണ്. എന്തുകൊണ്ട്? നീ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ പോയിരിക്കും കുട്ടികള്. നീ അത് വേണ്ട, അത് കാണണ്ട, അത് കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ കഴിച്ചിരിക്കും. എന്താ കഴിച്ചാല് എന്റെ അറിവാണ് ഏറ്റവും ശരി എന്നുള്ള ആ ഒരു മോഹനിദ്രയിൽ ജീവിക്കുന്ന കുട്ടികളാണ്. അപ്പൊ അതിനെ മാറ്റി എങ്ങനെ സാത്വികമാക്കാം, എങ്ങനെയാണ് അതിന് ഉപായം? തച്ചാൽ ശരിയാവില്ല. ശാസ്ത്രിച്ചാൽ മനസ്സിലാക്കുന്ന പ്രായം കഴിഞ്ഞാൽ അതും ശരിയാവില്ല. പിന്നെ അവരുടെ കൂടെയുള്ളവര്, വീട്ടിലുള്ളവര്, മാതാപിതാക്കള്, കൂടെ താമസിക്കുന്നവര്, സഹജീവികളെ എന്ന് പറയാം. സഹജീവികൾ എന്ന പദം കൂടുതൽ യോഗ്യമായി തോന്നുന്നു. അവരുടെ പ്രയത്നം കൊണ്ട് സാധ്യമാകും. ഒരു ജയിലറയില് ദുഷ്ടന്മാരും നീചന്മാരും കൊലപാതകം നടത്തുന്ന ക്രിമിനൽസ് ഒക്കെ ഉണ്ടാവും, താമസന്മാരൊക്കെ ഉണ്ടാവും. അവരെ എങ്ങനെ നേരെയാക്കാൻ പറ്റും? അവരെയും നല്ലവരാക്കാൻ പറ്റും ഈ അന്നത്തിന്റെ പ്രയോഗം കൊണ്ട്. അതിന് റെഫറൻസ് ആണ് 1-ാം അധ്യായം ആയുഷ്കാമി. നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇത് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇവിടെ ഭാരതത്തിലെ ജയിലുകളുടെ രീതി വൃദ്ധിസ്തമാനൈ സർവേഷാം വിപരീതേർ വിപര്യ എന്നുള്ള തത്വമാണത്. ബലി പുരുഷകാരോഹി ദൈവമപ്യതിവർത്തതേ, അതും അതിൽ പ്രയോഗിക്കാം. അങ്ങനെ ഓരോ നിയമങ്ങളും സാന്ദർഭികമായിട്ട് പ്രയോഗിക്കാൻ നമ്മൾ യോഗ്യത കൈവരിക്കണം. അതിന് ഈ ആഗമം വസ്തുനിഷ്ഠമായിട്ട് പഠിച്ച് പ്രാവർത്തികമാക്കണം. പ്രാവർത്തികമാക്കിയാൽ മാത്രമേ ഫലസിദ്ധി കിട്ടുള്ളൂ. പുസ്തകത്തിൽ ഉണ്ടായോണ്ട് എന്താ കാര്യം? ഡിക്ഷണറി വീട്ടിലുണ്ട് എന്താ കാര്യം? ഉപയോഗിക്കണ്ടേ? ഉപയോഗിക്കില്ല. അപ്പൊ ആദ്യം നമ്മൾ വേണ്ടത് തമോ ഗുണത്തെ ഒഴിവാക്കണം. വരും തലമുറ നേരെയാവാൻ തമോ ഗുണം ഒഴിവാക്കണം. അത് ഒഴിവാക്കിയാൽ ഓട്ടിസം നമുക്ക് ഉന്മൂലനം ചെയ്യാൻ പറ്റും. മന്ദബുദ്ധികളും ചാവല്യങ്ങളും ഒഴിവാക്കാൻ പറ്റും. മോഹനതയിൽ നിന്ന് വിടാൻ സാധിക്കും. ബുദ്ധിഹീനത വരില്ല. പാപകർമ്മങ്ങൾ എപ്പോഴും വ്യാപൃതരാവില്ല. പരപീഠ സ്വഭാവം ഉണ്ടാവില്ല. ഇതെല്ലാമാണ് താമസമായിട്ടുള്ള ഭാവങ്ങൾ. താമസം, ഭയം, അജ്ഞാനം, നിദ്ര, ആലസ്യം, വിഷാദിത, ഈ ജാതി വിഷാദം, ആങ്സൈറ്റി തുടങ്ങിയ രോഗങ്ങളൊന്നും നമ്മളെ മനസ്സിനെ ബാധിക്കില്ല. ഔത്സുക്യം, മോഹം, അരതിയൊന്നും ഉണ്ടാവില്ല. നമ്മള് ഇവിടെ ശേഷിച്ചു നിൽക്കില്ല. ഒന്നും എല്ലാം പൂർണ്ണമായിട്ട് ഇവിടെ ഉപേക്ഷിച്ച് തന്നെ പോകണം. ശരീരം വിട്ടുപോകുമ്പോൾ, അതായത് മരണം സംഭവിക്കുമ്പോൾ, നമ്മൾ അതിൻ്റെ കൂടെ കൊണ്ടുപോകുന്നത് എന്താണ്? അശേഷാൻ. അതിൻ്റെ കൂടെയുള്ള മനസ്സിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് കർമ്മക്ലേശം കൊണ്ടാണ് ജന്മം വരുന്നതെന്നാണ് ശാസ്ത്രം അനുശാസിക്കുന്നത്. അതിന് തെളിവ് ചോദിച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ നിലയ്ക്ക് പറയാൻ അറിയില്ല. അപ്പൊ ഇതെല്ലാം ഉൾക്കൊള്ളുന്നത് ശരീരം ഉണ്ടാവുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. ആ ഭക്ഷണത്തിന്റെ വൈവിധ്യമാർന്ന ഗുണങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ശാലി, വിവിധ തരം ശാലികള് ഇപ്പൊ ഇവിടെ 400ഓളം ഇപ്പൊ അറിയപ്പെടുന്നുണ്ട് നെല്ലിനങ്ങൾ. പിന്നെ പുതിയ നെല്ലിനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പുതിയതായിട്ട്, ക്രോസ് ബ്രീഡ് ചെയ്തിട്ട്. ഇപ്പോ ഒരു ഉദാഹരണം പറയാം. ഇപ്പോഴത്തെ ചില പുതിയ നെല്ലിനങ്ങളുണ്ട്, ഉമ മുതലായതൊക്കെ. അത് ക്രോസ് ബ്രീഡാ. തനതായത് വേറെയാണ്. IR8, ജയ, ത്രിവേണി, അങ്ങനെ പുതിയ പുതിയ ഇനങ്ങളുണ്ട്. പഴയ ഇനങ്ങൾ വേറെയാണ്. ശാലി വർഗങ്ങൾ വേറെ,
വ്രീഹിവർഗങ്ങൾ വേറെ, വെളുത്തരികൾ ഉണ്ടാവുന്ന ഈ കഴമകൾ. ചെങ്കഴമ ചുവന്ന അരിയാണ്. തഞ്ചാവൂർ കഴമ ഒരു കഴമയുണ്ട്, തഞ്ചാവൂരിൽ നിന്ന് വരുന്നതാണ്, അത് വെളുത്തരിയാണ്. ജയ എന്ന പുതിയ ഐറ്റം ഉണ്ട്, അതും വെളുത്തരിയാണ്. പൊന്നി 2 തരം വരുന്നുണ്ട്, വെളുത്തതുണ്ട്, ചുവപ്പുണ്ട്. സ്വർണ്ണമസൂരി അതൊരു ഗോൾഡൻ കളറിലൊന്ന് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്. അതും നമ്മുടെ പാരമ്പര്യ സമ്പ്രദായത്തിൽ വരുന്നതുണ്ട്, അല്ലാത്തതുണ്ട്. ശാലികൾ പല രാജ്യത്തും പല രീതിയിലുള്ള സാധനങ്ങളാവും. അപ്പൊ ഇവിടെ തന്നെ ഈ 90 ദിവസം കൊണ്ട് കിട്ടുന്ന വിളവ് തരുന്നത്, അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ പ്രത്യേകത. ഏറ്റവും കൂടുതൽ ഉൽപ്പന്നം വിളവ് തരുന്നതാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. കൂടുതൽ വിളവ് കിട്ടുന്നത്, കുറവ് കിട്ടുന്നത് വളരെ വിരളമാണ്, നിലനിർത്താൻ വേണ്ടി മാത്രമാണ്. ഇപ്പൊ നവര, ഷഷ്ടികശാലി വിളവ് വളരെ കുറവാണ്. 10 മേനി എന്നൊക്കെ പറയും. ഒരു പറ വിത്ത് വരച്ചാൽ കേടൊന്നും കൂടാതെ ഉണ്ടാവുകയാണെങ്കിൽ കിട്ടുക നമുക്ക് 10 പറയാണ്. ചുരുങ്ങിയത് കൂടുതൽ വളം ചെയ്താൽ സമയമില്ല. 90 ദിവസത്തില് അല്ല 60 ദിവസത്തില് കതിര് വരും. 60 ദിവസം കൊണ്ട് വലിച്ചെടുക്കാൻ പറ്റുന്ന വളയൊന്നും ഉപയോഗിക്കാൻ പറ്റൂ. അമിതമായിട്ട് വളപ്രയോഗം നടത്തിയാൽ വീഴും, നെല്ല് കേടുവരും, കതിര് വരണതിന്റെ മുമ്പ് അളിഞ്ഞു പോകും. വിളവ് കുറവാണ്. കൂടുതൽ കാലം എടുത്തിട്ട് വിളയുന്ന നെല്ലുകള് 120 ദിവസം 100 ദിവസത്തിന്റെ മുകളിലൊക്കെയാണ് അത്യുൽപാദന ശേഷിയായി. വിളവ് കൂടി, 6 മാസം കൊണ്ട് വിളയുന്നത് കൂടി. അപ്പൊ കൂടുതൽ ഇപ്പോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇനങ്ങളെല്ലാം ചുരുങ്ങിയ 100 ദിവസം കൂടുതൽ, 100 ദിവസത്തിൽ കൂടുതൽ, 140 ദിവസത്തിനുള്ളിൽ വിളവ് തരുന്നതാണ്. അത് അത്യാവശ്യം നമ്മൾക്ക് ലാഭകരവുമാണ്. കൃഷി ഒരു വ്യവസായമാക്കി മാറ്റിയിരിക്കുന്നു ഇപ്പോൾ. അതുകൊണ്ട് ലാഭം നോക്കും, ലാഭകരമാണ്. മാർക്കറ്റ് ഉണ്ടല്ലോ, ലാഭകരമാണ്. അതിന് വേണ്ട ചില മുൻകാലങ്ങളില് നെല്ല് സൂക്ഷിക്കുക, നെല്ലായിട്ടാ സൂക്ഷിക്കുക, അരിയായിട്ടല്ല. ഇപ്പോ വ്യത്യാസം വന്നു. അരിയായിട്ട് നമുക്ക് ഉണ്ടാക്കി പാക്ക് ചെയ്ത് വിപണിയിൽ ഇറക്കും. നമ്മൾ സ്വന്തം ഒരു അരി എടുത്ത് ഉണക്കി കുത്തി, അല്ല പുഴുങ്ങാതെ ഉണക്കി കുത്തിയാൽ അത് ചുരുങ്ങി 2-3 മാസം കഴിയുമ്പോൾ കേടുവന്ന് പോകും. ഇപ്പോൾ കിട്ടുന്ന അരികള് മാർക്കറ്റിൽ കിട്ടുന്നത് 1 വർഷം കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കും? ആ അരിയെ ആക്രമിക്കുന്ന കീടങ്ങളെ ചെറുക്കാനാണ് ഉമി ഉള്ളത്. ഉമി കളഞ്ഞിട്ടാണ് അരിയാക്കി മാർക്കറ്റ്. അപ്പൊ അതിൽ കീടങ്ങൾ വരാതിരിക്കാൻ എന്തോ പ്രയോഗം നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോ അതാണ് ഒരു വിപത്ത്. നമ്മൾ അറിയാത്തൊരു വ്യാപത്താണ്, ഒരു അപകടമാണ്, പതിയിരിക്കുന്നത്, ഒളിഞ്ഞിരിക്കുന്നതാണ്. എന്നാൽ മാർക്കറ്റിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് വരും. അല്ലാതെ എല്ലാവർക്കും നിർത്തിയില്ലല്ലോ. മാർക്കറ്റിൽ നിന്ന് ലഭ്യമായത് വാങ്ങിക്കുക, ഒരു രക്ഷയില്ല. എന്ത് ചെയ്യും? അപ്പൊ ഇപ്പൊക്കെ ഒരു ജൈവ രീതിയിൽ നിർമ്മിക്കുന്ന സാധനങ്ങൾ ആൾക്കാർ ഉപയോഗിക്കും. അത് കുറേയും കൂടി യോഗ്യമാണെന്ന് തോന്നുന്നു. ജൈവത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ജൈവ രീതി തന്നെ ഏറ്റവും ശരി, മറ്റതല്ല എന്നുള്ളത് അതിന്റെ തെളിവാണ്. ഇപ്പോൾ ജൈവ കൃഷികൾ ഇവിടെ ഭാരതത്തിലെല്ലാം, പ്രത്യേകിച്ച് കേരളത്തിൽ വളരെയധികം ഒരു വിപുലമായിരിക്കുന്നു. കർഷകൻ നെല്ല് അവനവൻ തന്നെ തയ്യാറാക്കി പുറമെ വിൽക്കുന്ന രീതി, ചെറിയ തരം നെല്ലൂത്ത് യന്ത്രങ്ങൾ ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നെല്ല് വാങ്ങിക്കുക, വീട്ടിലുള്ള ഒരാൾക്കാർ
അതിനെ ഉമി കളഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം. ആ രീതി നിലവിൽ വരണം. എന്നാൽ നമുക്ക് ഇതിൽ ഈ അരിയിൽ ഉള്ള ആ ഒരു സംസ്കരണത്തിൽ വരുന്നൊരു പോരായ്മ നികത്താൻ പറ്റും. അതിനെ എന്താന്ന് വ്യക്തമായി പറയാൻ ഞാൻ ഇപ്പൊ താല്പര്യപ്പെടുന്നില്ല. പല കാരണങ്ങളുണ്ട്. അതൊരു നല്ലതാണെന്ന് തോന്നുന്നില്ല. സംസ്കാരത്തിലുള്ള ശുദ്ധി നിലനിർത്താൻ വേണ്ടി നെല്ല് സംഭരിച്ച് നെല്ല് നമ്മൾ തന്നെ ഉമി കളഞ്ഞ് ഉപയോഗിക്കുന്നതായിരിക്കും യോഗ്യം. അഥവാ ഒരു ആഴ്ച ഒരു ദിവസമെങ്കിലും അത് മെനക്കെട്ട് ഒരു ഒഴിവ് ദിവസം ഒരാഴ്ചക്ക് വേണ്ട ധാന്യങ്ങൾ നമ്മൾ സംഭരിച്ച് എടുത്തു വെക്കുക. അതായിരിക്കും അഭികാമ്യമായിട്ടുള്ള കാര്യങ്ങൾ തോന്നുന്നു. പ്രത്യേകിച്ച് ഇപ്പൊ നെല്ല് കുത്താനായിട്ട് ചെറിയ യന്ത്രങ്ങൾ എന്തെങ്കിലും കിട്ടുമോ? ചെറിയ യന്ത്രങ്ങളുണ്ട്. അതെയോ? വളരെ ചെറിയ യന്ത്രങ്ങളുണ്ട്. ഒരു 10,000 രൂപ മുതൽ ഉള്ള യന്ത്രങ്ങളുണ്ട്. അതെയോ? അത് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. 30,000 40,000 രൂപ, 1,00,000 താഴെയുള്ള യന്ത്രങ്ങൾ ധാരാളമായി. അതിൽ പൊടിക്കുന്ന യന്ത്രങ്ങളുണ്ട് ചെറുത്, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാവുന്നുണ്ട്. പണ്ടത്തെ ഉരല് വലക്കല്ല, എന്നാൽ ചൂടാവില്ല, റബ്ബർ റോളർ പോലത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതാകുമ്പോ ഉമിയുടെ അളവ് അല്ല, ഈ തവിടിന്റെ അളവ് പോവാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഉമി മാത്രം കളയാൻ പറ്റും. അത് ഒരു കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉപയോഗിക്കേണ്ട രീതി വരും. എന്നാലേ രക്ഷയുള്ളൂ. അപ്പോ എണ്ണ ആട്ടിയെടുക്കാനായിട്ടുള്ള ചെറിയ യന്ത്രം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എണ്ണയൊക്കെ ആട്ടിയെടുക്കാൻ ചെറിയ യന്ത്രങ്ങളുണ്ട്, ചെറിയ ഹള്ളറുണ്ട്. അപ്പൊ ഒരു വീട്ടില് നമ്മള് ഇതെല്ലാം വാങ്ങി വെക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ വരുന്നത്. അങ്ങനെ വരും, ക്രമേണ അത് വരും, വരാതിരിക്കില്ല. ഇതാണ് കാരണം. ഇപ്പൊ നമ്മള് ഒരു കാരണവശാലും ഈ നെല്ലിന് അരിക്ക് കേടുവരുന്നില്ല. വാങ്ങുന്ന അരിക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കി വെച്ചാൽ ഒരു 3 മാസം കഴിയുമ്പോൾ പുഴുക്കട്ട വരും, കേടുവരും, പുറഞ്ചാത്തൻ വരും. അത് വരാനുള്ള കാരണം നമ്മളതിൽ യാതൊന്നും ചേർക്കുന്നില്ല. ചില ആൾക്കാര് എണ്ണ മിക്സ് ചെയ്ത് വെക്കും. അപ്പോ ധാന്യങ്ങള് തോലോട് കൂടി എടുത്തു വെക്കുമ്പോൾ ചില മുതിര, ചെറുപയറ് ഇതെല്ലാം ഒരു കൊല്ലത്തേക്കൊക്കെ എടുത്തു വെക്കും. ക്രോപ്പ് കിട്ടുമ്പോൾ അതില് അവണക്കെണ്ണ ചേർത്ത് ഇളക്കി ഉണക്കി എടുത്തു വെക്കും. അങ്ങനെ സമ്പ്രദായമുണ്ട്, പാരമ്പര്യ രീതിയിലുള്ള ചില കർഷകർ. അതൊക്കെ നമുക്ക് സ്വീകാര്യമാണ്. അല്ലാതെ വിഷം സ്പ്രേ ചെയ്തിട്ടുണ്ടാക്കുന്ന രീതി അത് വളരെ ഹീനമാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണങ്ങൾ, കഴിക്കുന്ന പച്ചക്കറി, ഇത് തന്നെ പറയുന്നുണ്ട്, ഈ വള്ളിയിലുണ്ടാവുന്ന ഫലങ്ങൾ വള്ളിയിലുണ്ടാവുന്ന ഫലങ്ങൾ, കൂഷ്മാണ്ഡം, കുമ്പളങ്ങ, ഉർവാരുകം, ഇതെല്ലാം വള്ളി ഫലങ്ങളാണ്. വള്ളിയിലുണ്ടാവുന്ന ഫലങ്ങള്, പുഷ്പത്തിന് ഉണ്ടാവുന്ന സാധനങ്ങൾ, പുഷ്പങ്ങള്, ഓരോന്നിൻ്റെയും ഇപ്പോ കൂവളക്കായ, അതിൻ്റെ പക്വമായ ഉണ്ടായിരുന്ന ഗുണം, പച്ചയുള്ള ഗുണം, അതിനെ കുറിച്ചൊക്കെ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. പച്ചയായിട്ടുള്ള കായകളുടെ ഗുണം. അപ്പൊ അതിൽ പറയുന്നത് എന്താ വെച്ചാല്, പഴുക്കുമ്പോൾ അതിന്റെ നിറത്തിന് വ്യത്യാസം വന്നു, മണത്തിന് വ്യത്യാസം വന്നു, രസത്തിന് മാറ്റം വന്നു. പച്ചയാകുമ്പോൾ ചവർപ്പുണ്ടാവും. ഇപ്പോ കണ്ണിമാങ്ങ പച്ച ചവർക്ക ചെയ്യാം, നെല്ലിക്ക മൂക്കാത്ത ചവർക്കും, കുറച്ച് കഴിഞ്ഞാൽ അമ്ലമാവും. അത് കഴിഞ്ഞാൽ കുറച്ച് അനുരസമായിട്ട് മധുരവും വരും പഴുത്തു കഴിഞ്ഞാല്. കൂളത്തിനെ പറയും പക്വം, സുദുർജരം, വില്ലും, ദോഷളം, പൂതിമാരതും. ഈ അധ്യായത്തിൽ പറയുന്ന 6-ാം അധ്യായത്തില് വില്ലത്തിന്റെ ഫലം പക്വമായാല്, പൂതിമാരുതം വായുവിനെ അത് ദുർഗന്ധമുള്ളതാക്കി മാറ്റും. അവിടെ മാരുതം എന്നുള്ളതിന് ഈ അധോവായു ഒക്കെ പറയും, ഒക്കെ വരും. പൂതിമാരുതമാണ്. ദോഷളമാണ്, ത്രിദോഷങ്ങളെ വർദ്ധിപ്പിക്കുന്നതാണ്, എല്ലാ ദോഷങ്ങളെയും. എന്നാൽ സ്തംഭനമായിട്ട് ഉപയോഗിക്കുന്നതാണ് കൂളത്തിന്റെ കായ. കൂളത്തിന്റെ കായ ചേർന്ന ഔഷധങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പോ ഉഷ്ണവീര്യം ആണ് എങ്കിലും
ഉഷ്ണകാലത്ത് കൂവളക്കായയുടെ മജ്ജ പിഴിഞ്ഞെടുത്ത് അതിന്റെ ജ്യൂസായിട്ട് കുടിക്കും. അപ്പോ ആ സമയത്തുള്ള ചൂട് നമ്മളെ സ്വാധീനിക്കില്ല, അത്ര ബാധിക്കില്ല. അതുകൊണ്ട് വളരെയധികം വിലപിടിച്ചൊരു പാനീയമാണ് കൂവളക്കായുടെ പാനീയം, ബേൽ ജ്യൂസ് എന്ന് പറയും. ഉത്തരഭാരതത്തിൽ ധാരാളമുണ്ട്. 2 തരം കൂവളത്തിനെ കുറിച്ച് പരാമർശം പറയുന്നുണ്ട്. ചെറിയത്, വലിയത്. ബൃഹത് സാധാരണ കിട്ടുന്നത് ചെറിയതാണ്. അത് പഴുത്താൽ അത്ര ശ്രേഷ്ഠമല്ല. വലിയത് പഴുത്താൽ വളരെ മണത്തിന് വ്യത്യാസമുണ്ട്. അതിൻ്റെയാണ് നമ്മൾ ജ്യൂസ് ഉപയോഗിക്കുന്നത്, ചെറിയ കൂവളത്തിന്റെ അല്ല. ഇലയ്ക്ക് വ്യത്യാസമുണ്ട്, വൈവിധ്യമാർന്ന തരത്തിലുണ്ട്. 3 തരം പറയപ്പെടുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഇപ്പൊ 2 തരമുണ്ട് എൻ്റെ അടുത്ത്. അതില് ചെറിയ കൂവളത്തിന്റെ കായ ജ്യൂസാക്കാൻ അത്ര നന്നല്ല. വലുതുണ്ട്, അത് ജ്യൂസാക്കാൻ വളരെ ശ്രേഷ്ഠമാണ്, നല്ല മണമാണ്, സുഗന്ധമാണ്, ഒരു പിങ്ക് കളർ, പ്രത്യേക കളറാണ്, ഒരു സാഫ്രോൺ കളർ എന്നൊക്കെ പറയാൻ പറ്റും അതിന്റെ മജ്ജയ്ക്ക്. അത് വളരെ ശ്രേഷ്ഠമാണ്, അതിന്റെ കട്ടി കുറവാണ് തോന്നുന്നത്. ചെറുതാണ് സാധാരണ ഔഷധത്തിന് ഉപയോഗിക്കുക, ഷഷ്ടികശാലി ഉപയോഗിക്കുന്ന പോലെ. അതേപോലെ കുമ്പളങ്ങ, കൂഷ്മാണ്ഡം വലിയ ഫലാനാം പ്രവരം കൂഷ്മാണ്ഡം ത്വതിമൂത്രണം. വള്ളിയിലുണ്ടാവുന്ന ഫലങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കൂഷ്മാണ്ഡമാണ്. അത് മൂത്രളമാണ്, ഡയോറിറ്റിക് ആണ്. കൂഷ്മാണ്ഡ രസായനം, കൂഷ്മാണ്ഡ ഘൃതം, അങ്ങനെ കുറെ കൂഷ്മാണ്ഡം കൊണ്ടുള്ള ഔഷധങ്ങളുണ്ട്. അത് നെയ്ക്കുമ്പളങ്ങ എന്ന് പറയും. ഒരു ടെന്നീസിന്റെ ഇരട്ടി ഉണ്ടാവും വലുപ്പം ഏതാണ്ട്. അത് വേണമെങ്കിൽ ഇപ്പൊ ഇത് കാണിച്ചു തരാമാണെങ്കിൽ അവിടെ ഒരു കൂഷ്മാണ്ഡിക്കുന്ന എടുക്കും, അവിടെ ഇരിക്കുന്നത്. അത് വളരെ ഇവിടെ ഉണ്ടായത് അപ്പുറത്ത് അടുക്കളയില് ലൈറ്റ് ഇട്ടാൽ ഇരുട്ടത്ത് കണ്ടു. അതന്നെ ഇത്രേ വലുപ്പം ഉണ്ടാവുള്ളൂ. കണ്ടില്ലേ? ഇതാണ് ശ്രേഷ്ഠമായിട്ടുള്ള കുമ്പളങ്ങ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുക? വളരെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് രസായനം ഉണ്ടാക്കുക. പഴയ വലിയ കുമ്പളങ്ങ അല്ല. കണ്ടുണ്ടാവുമല്ലോ അല്ലെ? പിടിക്കണ്ട. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ നമ്മളിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു അന്നസ്വരൂപ വിജ്ഞാനിയം എന്നാണ് അധ്യായത്തിന്റെ പേര് തന്നെ, 6ാം അധ്യായത്തിന്റെ. അന്നത്തിനെ കുറിച്ചുള്ള, അതിന്റെ സ്വരൂപത്തിനെ കുറിച്ചുള്ള അറിവ് ആണ്. അപ്പൊ എന്തൊക്കെ തരത്തിലാണ്? ആദ്യം ധാന്യങ്ങള്, അത് കഴിഞ്ഞുണ്ടാവുന്ന വള്ളിയിലുണ്ടാവുന്ന സാധനങ്ങള്, ഓരോ മാംസങ്ങള്, മാംസങ്ങള് തന്നെ ഓരോ തരം മാംസങ്ങൾ പറയും. ആട്ടിന്റെ മാംസം, പോത്തിൻ മാംസം, ചകഞ്ഞു തിന്നുന്ന ജീവികളുടെ മാംസം, വിഷ്കിരങ്ങള്, കോഴി മുതലായവരുടെ മാംസം. മാംസവർഗം ഒരു വർഗമാണ്. ശാഖവർഗം, ഫലം, മാംസവർഗങ്ങള്. ഈ ഓരോ തരത്തിലുള്ള അന്നത്തിന്റെ സ്വരൂപങ്ങളെ കുറിച്ചുള്ള അറിവാണത്. അപ്പൊ അതിൽ നമുക്ക് യോഗ്യമായി സ്വീകരിക്കാനുള്ള അവകാശം ഓരോ വ്യക്തിക്കും ഉണ്ട്. ഓരോ രീതിയിലുള്ള ഭക്ഷണങ്ങള്, ഇപ്പോ പാല് തരുന്ന ജീവികള്, അല്ലാത്തവ, വെള്ളത്തിലുണ്ടാവുന്ന ജീവികള്, മത്സ്യം മുതലായവ, ആമ, മത്സ്യം മുതലായവ. പിന്നെ ചെളിജീമത്തിനെ കുറിച്ച് പരാമർശമുണ്ട്. ചെളിജീമം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഇപ്പൊ കയറ്റി അയക്കേണ്ട ഇവിടെ ധാരാളം. ചെമ്മീൻ എന്ന് പറയും. ചെമ്മീനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ചെളിജം വർജ്യമാണ്, അത് ഭക്ഷ്യയോഗ്യമല്ല എന്നാ പറയുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനമാണ് ചെമ്മീൻ. അത് ധാരാളം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ശാസ്ത്രം പറയുന്നത് വർജ്യമാണെന്നാണ്, അത് കുറെ ദോഷമുള്ളതാണ്.
അത് മത്സ്യവർഗമല്ല, സെഗ്മെന്റഡ് ബോഡിയുടെ അനിമലാണ്. അർത്രോപോഡ് വൈറ്റ് ബ്ലഡാണ്, ചുവന്ന അണുക്കളില്ല. പക്ഷെ എങ്ങനെയായാലും ഈ ചെമ്മീൻ കഴിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ രോഗങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ട്. പല വയസ്സായ ആൾക്കാർക്ക് കണ്ടിട്ടുണ്ട് അനുഭവത്തില്. അല്ലാത്തവർക്കില്ല. മത്സ്യം കഴിക്കുന്നവർക്ക് രോഗങ്ങൾ പൊതുവെ കുറവാണ്, ഫ്രഷ് ആയിട്ട് മത്സ്യം കഴിക്കുന്നവർ. സാറേ ഇതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ കേട്ടോ. ഇവിടെ ഈ ജൂതന്മാര്, യഹൂദന്മാര് ഇത് ചെതമ്പലില്ലാത്ത വർഗമാണല്ലോ ഈ ചെമ്മീനൊക്കെ. അപ്പൊ അവര് ഇത് കഴിക്കില്ല. അവര് ഈ ചെതമ്പലില്ലാത്ത വസ്തുക്കൾ, ഇപ്പൊ ഈ സ്രാവ് അങ്ങനത്തെ ഒന്നും കഴിക്കില്ല. അതില് വല്ല ശാസ്ത്രീയ അടിസ്ഥാനമുണ്ടോ? ഇപ്പൊ ചെതമ്പലില്ലാത്ത വർഗങ്ങൾ നന്നല്ല. ഇപ്പൊ ചെതമ്പലില്ലാത്ത വർഗമാണ് ശരിക്കും നല്ലത്, ശ്രേഷ്ഠമായിട്ടുള്ളത്. അല്ല, ചെതമ്പലുള്ള വർഗം നല്ലത്. ചെതമ്പലില്ലാത്തല്ലേ അവർ കഴിക്കാത്തത്. അതെ അതെ. അതുകൊണ്ട് അവര് ഈ ചെമ്മീന്, സ്രാവ് അങ്ങനത്തെ വർഗമൊന്നും അവരുടെ കോഷർ ലോ അനുസരിച്ച് കഴിച്ചുകൂടാന്നാണ്. ഇല്ല, അത് തന്നെയാണ് അതിന്റെ ശരി. അത് നമ്മളിവിടെ അങ്ങനെ ശരി വെക്കുന്നില്ലെങ്കിലും അതാണ് എനിക്ക് ഒരു ന്യായീകരിക്കുന്നുണ്ട് അതിന്. ഇപ്പോ ചെളിജുമ വർജ്യമാണ്, ചിതമ്പലുള്ളതേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ കണ്ണൻ മത്സ്യം, അങ്ങനത്തെ കുറെ മത്സ്യങ്ങളുണ്ട് ചിതമ്പലുള്ളത്. അതാണ് ശ്രേഷ്ഠമായിട്ട് കണക്കാക്കുന്നത്, ശുദ്ധജലത്തിലുണ്ടാവുന്നത്. ചെതമ്പല് ഇല്ലാത്ത മത്സ്യങ്ങള്, സ്രാവിന് ചെതമ്പലില്ലല്ലോ, തോലല്ലേ ഉള്ളൂ. അപ്പൊ തോല് നീക്കി ഉപയോഗിക്കുമ്പോ അതിന്റെ ഒരു ഗുണം കുറവാണ്. അത് അതിന്റെ എഫക്റ്റിൽ വ്യത്യാസം വരും. ഗുണത്തിന് ഒരു താമസമായിട്ടുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. ഇപ്പൊ ചില ഉത്തരേന്ത്യയിലെ, ഇപ്പോ ഉത്തരാഖണ്ഡ് പോയാല് ചില ഭാഗത്ത് ഗംഗാ പുഷ്പം എന്ന് പറയും, ഗംഗയിലുണ്ടാവുന്ന മത്സ്യം. ബംഗാളികള് അതുപോലെ ആ ഭാഗത്തൊക്കെ ധാരാളം പറയത്, വാരണാസി ഭാഗത്തൊക്കെ ഗംഗാ പുഷ്പം എന്നാണ് പറയാ. അത് ചെതമ്പലുള്ള മാത്രമേ അവർ അധികം വില കൊടുത്ത് വാങ്ങിക്കുള്ളൂ, അത് ഉപയോഗിക്കുള്ളൂ. അവിടെ ബ്രാഹ്മണരും മത്സ്യം കഴിക്കും. കേരളത്തിലെ ബ്രാഹ്മണരെ പോലെയല്ല, അവിടുത്തെ ബ്രാഹ്മണര് മത്സ്യം അവർ കഴിക്കും, ശുദ്ധജലത്തിലുണ്ടാവുന്ന മത്സ്യം. ഗംഗാ പുഷ്പം എന്നാ പറയുക. അത് മസ്റ്റാണ് അവർക്ക്. അത് ചെതമ്പലുള്ളതേ വാങ്ങുള്ളൂ, ചെതമ്പലില്ലാത്തത് തൊലിയുള്ളത് വാങ്ങില്ല, ഉപയോഗിക്കില്ല. ഇപ്പൊ തൊലിയുള്ള നീർക്കോലി പോലത്തെ ചില മത്സ്യങ്ങളുണ്ടല്ലോ, അതൊന്നും അവർ ഉപയോഗിക്കില്ല, അവരമാണ്. ചെറുതരം മത്സ്യങ്ങളെ ഉപയോഗിക്കാറ്, ചെതമ്പലുള്ളത്. അത് തന്നെയാണ് യൂതന്മാരും ഉപയോഗിക്കുക. യൂതന്മാർ ഉപയോഗിക്കുന്നതിന് അവർക്ക് ഇതാണ് അതിന്റെ ന്യായം. അപ്പൊ അത്രയും കാലപ്പഴക്കം ചെന്നാണ് ഈ അറിവെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനെക്കുറിച്ച് ഒരു ഗവേഷണം നടത്തുന്നതിന് 2-3 തലമുറ നമ്മൾ നിരീക്ഷിക്കേണ്ടതായിട്ട് വരും. അവര് ഈ പറഞ്ഞ പോലെ സാറേ, അവര് ഈ പറഞ്ഞ പോലെ ഈ മാംസവും ഈ ഡയറിയും മിക്സ് ചെയ്യാൻ പാടില്ല, അവരുടെ കോഷർ നിയമത്തിൽ അതൊക്കെ പെടും. സാറ് പറഞ്ഞ ആയുർവേദ തത്വങ്ങള്. അത് പ്രാചീനമാണ് യഹൂദന്മാരുടെ രീതി. അത് നമുക്ക് അനുകരണീയമാണ്, സംശയമില്ല. അതുകൊണ്ട് തന്നെ അവര് മിക്സ് ചെയ്യില്ല ഒന്നിലും. അപ്പൊ അവര് ഏറ്റവും ശ്രേഷ്ഠന്മാരെന്ന് പറയാൻ അവരാണ് ശരിക്കും. യഹൂദന്മാരെയാണ് കണക്കാക്കേണ്ടത്, ബുദ്ധിമാന്മാരാണല്ലോ അവര്. അവര് മറ്റുള്ള രീതിയിൽ ആരായിട്ടും മിങ്കിൾ ചെയ്യില്ല. ശരിക്കുള്ള യഹൂദന്മാര് പാടില്ല. ജൂതന്മാരുള്ള സ്ഥലത്ത് നോക്കിയാൽ അറിയാം. ഇപ്പൊ എറണാകുളത്ത് കുറച്ചുണ്ട് ജൂതപ്പള്ളി, അതേപോലെ മാഹിയിലുണ്ട് ഒരു ഒരു കേന്ദ്രം. അവര് ഒരു കുറഞ്ഞവരാണ്. പക്ഷെ അവരോട് ഇടപെട്ട ഇന്ത്യൻസിന് ഭയങ്കര സ്നേഹമാണ്. അവർക്ക് ഏതാണ് സമാന ചിന്താഗതിയാണല്ലോ. എനിക്ക് 1-2 പരിചയക്കാരുണ്ടായില്ലേ ജ്യൂസ്. ചെറുപ്പം മുതലേ എനിക്ക് അവരോട് താല്പര്യ. ഞാൻ ജോലി ചെയ്തിരുന്നിടത്ത് 90% കൂടെ ജോലി ചെയ്തിരുന്നവരവരായിരുന്നു. എനിക്ക് അവരോടൊരു ഭ്രമമാണ്, അവരുടെ രീതികളോട്. പണ്ട് മുതലേ പഠിക്കുന്ന കാലം മുതലേ, പഠിക്കുന്ന കാലം മുതലേ.
പൈസ ഉണ്ടാക്കാൻ ഇതുപോലെ മിടുക്കന്മാരും ഉണ്ടാവില്ല. അത് നല്ല രീതിയിലാണ് അവര് സമ്പാദിക്കുള്ളൂ. ഹീനമായ രീതിയിൽ അവര് ഫോളോ ചെയ്യില്ല. ഇല്ല ഇല്ല ഇല്ല, ഉദ്യമം ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഉദ്യമാനാസ്തി ദാരിദ്ര്യം എന്ന് പറയില്ലേ. വെറുതെ ഭക്ഷണം കഴിച്ച് കടന്നുറങ്ങില്ല. ഒരു സമയം അവർ ഉണർന്നിരിക്കുമ്പോ വെറുതെ കളയില്ല. പാസിന് വേണ്ടി കളി കാണുക എന്നൊക്കെ പറയും ചിലവരെ. ഇന്നലെ ഉണ്ടായി ഒരു കുട്ടി ഇവിടെ കളി കാണുക, ടൈം പാസിന്. ആ രീതി അവര് ചെയ്യില്ല. അവർ പാസ് ചെയ്യാൻ ടൈം ജീവിതത്തിൽ എത്ര സമയമുള്ളൂ അവർക്ക് അറിയാം. നമ്മുടെ ഞാൻ അപ്പൊ എന്റെ കൂടെ ജോലി ചെയ്യുന്നവരോടെ അപ്പൊ അവര് ഈ ഓർത്തഡോക്സ് ആയിട്ടുള്ള ജ്യൂസ് ഉണ്ട്, ഈ താടിയൊക്കെ ഇങ്ങനെ വളർത്തി നമ്മുടെ ഹിന്ദുക്കളുടെ പോലെ. ഈ ബാക്കിയുള്ളവരൊക്കെ ട്രിം ചെയ്യൂല, അവര് ട്രിം ചെയ്യൂല താടിയൊന്നേ. അപ്പൊ അവരോട് ചോദിച്ചു. അപ്പൊ അവരിപ്പോ ഇപ്പൊ നമ്മുടെ പഴയ ചിന്താഗതി ഉണ്ടല്ലോ, ഇപ്പൊ ഋതുകാലത്തെ സഹശയനം പാടുള്ളൂ. അപ്പൊ അവര് ഇതുപോലെ തന്നെ കുട്ടി ഉണ്ടാവാൻ വേണ്ടി മാത്രമേ സഹശയനം പാടുള്ളൂ എന്നുള്ള നിയമമൊക്കെ ഉണ്ടെന്ന് ഓർത്തഡോക്സുകാർ. അതാണ് നമ്മൾ പറയുന്നത്. പണ്ട് നമ്മുടെ ഇവിടുത്തെ രാജാക്കന്മാര്, അപ്പൊ നമ്മൾ കാളിദാസന്റെ കൃതികളൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. കാളിദാസനെ ആൾക്കാർ പരിഹസിക്കല്ലോ. കാളിദാസന്റെ കൃതികൾ എടുത്ത് നോക്കിയാൽ അറിയാം. രഘുവംശം പ്രത്യേകിച്ചും അതിൽ പരാമർശമുണ്ട്, പ്രജായൈ ഗ്രഹമേധിനാം. വാഗ്ബടം എന്താ പറയുക, നമ്മളിപ്പോ ഇതിൽ പറയുന്ന അഷ്ടാംഗ ഹൃദയത്തില് ശരീരസ്ഥാനത്തിൽ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സന്പ്യാഹുരത്യാർത്ഥ ദമ്പത്യൗ സംഗതിം രഹ. അപത്യാർത്ഥമാണത്, സുഖാർത്ഥമല്ല. അതാണ് പ്രത്യേകത. അതന്നെയാണ് അവര് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ഈ ഗർഭിണിചര്യ ഷോഡശ സംസ്കാരത്തില് ഗർഭാധാനം മുതൽ പ്രസവം വരെയുള്ള സംസ്കാരങ്ങള് പൂർണ്ണമായിട്ട് ഇപ്പോഴും ചെയ്യുന്നവര് ജൂതന്മാരാണ്. അവരുടെ ചര്യകൾ സെയിമാണ്, ശാസ്ത്രോക്തമാണ്. അത് നോക്കിയിട്ടുണ്ടോ? അത് വിശ്വസിക്കാൻ പറ്റില്ല. ഇതെന്ന് വെച്ചാൽ ഇത്രയും നമ്മളായിട്ടൊരു സാമ്യേ, അതുപോലെ തീണ്ടാർന്നുള്ള ശുദ്ധിയൊക്കെ അവർക്കുണ്ട്. ഇതൊക്കെ അവരിപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോ അതിൽ പറയുന്നുണ്ട് ഋതുമതികളുടെ. ഇപ്പോ കല്യാണാധ്യായിനി ത്രിഹം പറഞ്ഞ ശരാവേ അസ്തേവ ഗുഞ്ചിത ബ്രഹ്മചാരിണി എന്നോ പറയുന്നുണ്ട്. ആ 3 ദിവസം അവര് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങള്. ഇപ്പൊ അതില്ലല്ലോ. ഇപ്പൊ അങ്ങനെ നിയമമില്ല. അതുകൊണ്ട് തന്നെ PCOD വന്നു, ഫൈബ്രോയിഡ് വന്നു, ഇമ്പോർട്ടൻസി വന്നു, IVF-ന് നല്ല കാലായി. ഇപ്പോ നല്ല കൊയ്ത്താണല്ലോ ഗൈനക്കോളജിസ്റ്റുകൾ മുഴുവൻ. ഇപ്പൊ ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, ഇൻഫെർട്ടിലിറ്റി മാത്രം ഡീൽ ചെയ്യുന്ന ഡോക്ടർമാരും ഹോസ്പിറ്റലുകളും ഉണ്ട്. കാരണം ഇതാണ്, മൂല്യച്യുതിയാണ്. പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യതിചലിച്ചു പോയി. നപുംസത്വം കൂടി വരണം ഇവിടെ. അതാണല്ലോ IVF-ന്റെ കാരണം. ഷണ്ടത്വം എന്ന് പറയും. അത് ശരീരത്തിലും അതെ, മനസ്സിലും അതെ. മാനസികമായ ഷണ്ടന്മാര് കൂടുതലുണ്ട്. അത് ജനങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി. നമ്മളെന്തോ ഭ്രാന്ത് പറയും. ഇത് പറയുമ്പോ ശരിക്ക് ഇടയ്ക്ക് ചിലപ്പോ ചെറുതായിട്ട് രോഷമൊക്കെ വരും. അതിന്റെ ഒരു എന്താ പറയുക, ഒരു സങ്കടം വരും. ഇങ്ങനെ ആയിപ്പോയല്ലോ മനുഷ്യൻ. ഭയങ്കര ബുദ്ധിമുട്ടാ സാറേ ആൾക്കാർ ഇതൊന്നും മനസ്സിലാക്കി എടുക്കാനായിട്ട്. അതുമല്ല, വേറെ ബുദ്ധിമുട്ട് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരടക്കം പറഞ്ഞാൽ മനസ്സിലാക്കുന്നില്ല. അവര് ചിരിച്ചു തള്ളും, നിസ്സാരമായി തള്ളും. അവസാനം ചാവാൻ കാലത്ത് അവർ ഒരു തരംതിരിവുണ്ടാവുക. അപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. കുറെ അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. കതിരിൽ വളം വെക്കാനാണ്. എന്തൊക്കെ സാറ് ഇപ്പൊ ഈ ആൾക്കാർ ഇപ്പൊ ബാത്റൂമിൽ പോകുമ്പോഴും ഫോൺ കൊണ്ടുപോകും, ബാത്റൂമിലിരുന്ന് മൂവി കാണുന്നുണ്ട്. ഈ വക അങ്കാണ് ഭയങ്കര ഒരു എങ്ങടാ പോണേന്ന് ഒരു പിടിയില്ല ലോകം. വലിയ വിഷമാണ്. അപ്പൊ അതൊരു എന്താ പറയുക, ഒരു കലാമിറ്റി ഉണ്ടായിട്ടൊക്കെ നശിച്ചു പോട്ടെ. 20 വർഷത്തിനാണല്ലോ. അതിനു മുമ്പ് അതില്ലായിരുന്നല്ലോ സന്തോഷ് ജി. ഇപ്പൊ അതിനു മുമ്പുള്ള മൂല്യിച്ചത് വന്നിരിക്കുകയാണ്. അതാ ഞാൻ ആദ്യം പറഞ്ഞത്. അതാണ് ഇന്നത്തെ നമ്മളെ മംഗളം. നല്ലത് സ്വീകരിക്കുക, ചീത്ത കളയുക. കരിമ്പ് തിന്നുമ്പോ കരിമ്പിൽ ജ്യൂസ് മാത്രം കുടിക്കുക. ചണ്ടി തുപ്പിക്കളയ തന്നെ വേണം, അത് തിന്നാൻ പറ്റില്ല. അതാണ് നമ്മുടെ സിദ്ധാന്തം, ശാസ്ത്രം.
കരിമ്പ് തിന്നുമ്പോ ജ്യൂസ് തുപ്പിയിട്ട് തണ്ടി കുടിക്കുന്ന ആൾക്കാരെപ്പോഴേ തണ്ടി തിന്നു പറയുന്നപ്പോഴേ അതെന്താ ചെയ്യാ? നല്ലത് കളയും, ആ സമ്പ്രദായം. ഇവിടെ അങ്ങനത്തെ ആൾക്കാർ ധാരാളം ഉണ്ടേ. സാറിന് കഷായക്കഞ്ഞിയൊക്കെ എഴുതി കൊടുക്കുമ്പോ കഷായക്കഞ്ഞി കിഴി പിഴിഞ്ഞ് കളഞ്ഞ് കുടിക്കുക എന്ന് പറയും. ഇപ്പൊ കിഴി പിഴിഞ്ഞിട്ട് അതിന്റെ വെള്ളാണ് കളയും, ബാക്കി തിന്നും. തൊണ്ട കുത്തി വേനിക്കാണ് പറഞ്ഞിട്ട് കംപ്ലൈന്റ് ആയിട്ട് വരും. അപ്പൊ എന്താ ചെയ്ത് ചോദിച്ചാൽ കിഴി പിഴിഞ്ഞ് കളഞ്ഞിട്ട് കടിച്ചു തിന്നപ്പോ തൊണ്ട വേനിക്കാണ്. എന്താ പിന്നെ അവരോട് പറയാ? കഞ്ഞി ഭക്ഷണത്തിന് മുമ്പാ പിൻപാ കഴിക്കേണ്ട മലയാളി എന്താ അവരോടൊക്കെ പറയാ? നമ്മള് ചോറുണ്ടെന്ന പോലെ കഞ്ഞിവെള്ളം അങ്ങനെ അതാണോ വൈദ്യുതി ഉദ്ദേശിച്ചത്? അറിയാം. അതല്ല, സാധാരണ കഞ്ഞി സാറിന് അരിയില് വെള്ളം തിളപ്പിച്ച് അതിൽ അരിയിട്ട് വേവിക്കും. എന്നിട്ട് ആ വെള്ളത്തോടുള്ള വെന്തതിന് ശേഷം എടുക്കും. വെള്ളം കഴിക്കും, അതിന്റെ വറ്റും കഴിക്കും. അതിന് കണക്കുണ്ട്. 1 കിലോ അരിയാണെങ്കിൽ 16 ഇരട്ടി വെള്ളം, 1 നാഴി അരിക്ക് 16 നാഴി വെള്ളം ചേർത്തയിട്ട് വേവിച്ച് അത് വെന്താൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോഴേക്കും ഒരു 1 മണിക്കൂറോളം തിളയ്ക്കണം. 1 മണിക്കൂർ തിളച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ മാലിന്യങ്ങൾ മുഴുവൻ പോയി ശുദ്ധമായി ആ വെള്ളം കളയണ്ട, കുടിക്കാം നല്ലോണം. അപ്പൊ അതാണ് കഞ്ഞി എന്ന് പറയുന്നത്, പേയ. അത് നമ്മൾ പറയേണ്ടതില്ല. ഇനി അടുത്ത അധ്യായത്തിൽ അതാ പറഞ്ഞത്, 7-ാം അധ്യായം, മണ്ഡം, പേയ, വിലേബി, ഓദനം. അത് 7-ാം അധ്യായത്തിൽ വരുന്നുണ്ട്. വേണമെങ്കിൽ അതിപ്പോ ഒന്ന് പറഞ്ഞുതരാം. ഭക്ഷണത്തില് മണ്ഡം, പേയം, വിലേബി, ഓദനം, അങ്ങനെ. മണ്ഡം എന്ന് പറഞ്ഞാൽ കഞ്ഞിയുടെ തെളിവെള്ളം. അത് വളരെ ശ്രേഷ്ഠമാണ്, എല്ലാ ദോഷങ്ങളെയും ശമിപ്പിക്കും, പെട്ടെന്ന് ക്ഷീണം മാറ്റുന്നതാണ്. അത് മണ്ടകൾ പല രീതിയിലുള്ള മണ്ടങ്ങളുണ്ട്. അരിയുടെ മണ്ടമുണ്ട്, ലാജമണ്ടമുണ്ട്, മലർവെള്ളം. അത് കണ്ടത്തിന് നല്ലതാണ്, കണ്ടശുദ്ധി ഉണ്ടാവും, തൊണ്ടയിലെ രോഗങ്ങൾ ഒഴിവാക്കും. ഇപ്പോഴുള്ള ഈ കൊറോണ മുതലായ രോഗങ്ങളുണ്ടോ, അത് ഈ മലർ കൊണ്ട് കഞ്ഞി വെക്കുക, അല്ലെങ്കിൽ അരി കൊണ്ട് കഞ്ഞി വെച്ചിട്ട് അതിന്റെ തെളിവെള്ളം എടുത്തിട്ട് ഉപ്പിട്ട് കഴിച്ചാൽ മതി. തൊണ്ടയിൽ കൂടെ ഉണ്ടാവുന്ന സാംക്രമിക രോഗങ്ങൾ കുറയും. വളരെ മൂത്രമാണ്, മൂത്രം ധാരാളം പോകും, രക്തശുദ്ധി ഉണ്ടാക്കുന്നതാണ്, കണ്ഠശുദ്ധി ഉണ്ടാക്കുന്നതാണ്, ദീപനമാണ്, പാചനമാണ്, ശോധനമാണ്. അതാണ് നമ്മൾ വിട്ടുപോണത്. ഒരു നേരം ദ്രാവക രൂപത്തിലുള്ള കഞ്ഞി കുടിക്കണം. കഞ്ഞി ദ്രാവക രൂപമാണല്ലോ. അപ്പൊ അതിന്റെ വെള്ളത്തിന്റെ അംശം കൂടി. അപ്പൊ വെള്ളം നമ്മൾ അഡീഷണൽ കുടിച്ച് കയറ്റണ്ട. രാവിലെ നീട്ടോണ്ട് വെള്ളം കുടിച്ച് ഇതാക്കണ്ട. 4-5 ലിറ്റർ ആവശ്യമില്ല. നമുക്ക് വിശപ്പ് മാറാനുള്ള അത്രയും കഞ്ഞി കുടിച്ചാൽ മതി. ഈ പച്ചവെള്ളം കുടിച്ച് നമ്മൾ വയറ് നിറയ്ക്കണ്ട, ശോധന ഉണ്ടാവാൻ. ഈ രീതി ശീലിച്ചാല് മലബന്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളം കുടിക്കണമെന്ന് പറയുന്ന ആൾക്കാർ. ഈ കഞ്ഞി കുടിക്കുന്ന ആൾക്കാർക്ക് മലബന്ധം ഉണ്ടാവില്ല, മൂത്രബന്ധം ഉണ്ടാവില്ല, കിഡ്നി സ്റ്റോൺ ഉണ്ടാവില്ല, നെഫ്രോട്ടിക് സിൻഡ്രോം വരില്ല, ക്രിയാറ്റിന്റെ അളവ് വ്യത്യാസം വരില്ല, നോർമലായിരിക്കും. കഞ്ഞി കുടിക്കാൻ ആർക്കെങ്കിലും ക്രിയാറ്റിനോ അല്ലെങ്കിൽ നെഫ്രോട്ടിക് സിൻഡ്രോം കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, വളരെ കുറവാണ്. പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. 90% ആൾക്കാരെയും പരീക്ഷിച്ച് നോക്കിയാൽ, കഞ്ഞി കുടിക്കുന്നവരെ പരീക്ഷിച്ച് നോക്കിയാൽ ഉണ്ടാവില്ല. 100%. ഇപ്പോഴത്തെ ഒരു ഫാഷൻ ആൾക്കാര് അരി കുക്കറിൽ വെച്ചിട്ട് പകുതി വേവുന്ന ഒരു വിസിലടിക്കുന്നതിന്റെ പിന്നെടുത്ത് പാത്രത്തിൽ ഒഴിച്ച് അടപ്പ് വെക്കും. കാരണം ഗ്യാസ് പെട്ടെന്ന് വേവെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യാറില്ല. അത് സ്വീകാര്യമാണ്. അതെ, അത് സ്വീകാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ വെച്ചാൽ അതിന്റെ ഗുരുത്വത്തിന് കൂടുതൽ ഗുരുത്വം ഉണ്ടാവും, കൊഴുപ്പ് കൂടും. അപ്പൊ അതിൽ ധാരാളം തിളച്ച വെള്ളം ഒഴിക്കണം. അപ്പൊ ഈ വെള്ളം ഇതിലിട്ട് ഹൈ പ്രഷറിൽ വേവുമ്പോ അത്രയും പ്രഷറുള്ള വെള്ളം നല്ല വേവുമല്ലോ. അപ്പൊ ചെറിയൊരു വിരുദ്ധം വരുന്നുണ്ടല്ലോ, സംസ്കാര വിരുദ്ധം എന്ന് പറയാന്. ഒരു കുക്കറിൽ നമ്മൾ അരി വേവാൻ വേണ്ടി എടുക്കുന്ന വെള്ളത്തിന്റെ പ്രഷറും അതിന്റെ വേവും അതിന്റെ പാകവും, തിളപ്പിക്കുന്ന വെള്ളത്തിന്റെ പാകവും, തോയ പാകം എന്ന് പറയും. ആ 2 പാകം വരും. അപ്പൊ 2 സംസ്കാരമാണ് അതിൽ ചേരുന്നത്. അപ്പൊ സംസ്കാര വിരുദ്ധം എന്നുള്ള ഇത് വരും. അത് നെഗ്ലിജിബിൾ ആണ്, ചെറിയ ദോഷമുണ്ട് എങ്കിലും അത് സ്വീകരിക്കാവുന്നതാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ വീണ്ടും അത് തിളച്ച വെള്ളം തന്നെ ഒഴിക്കാം, പച്ചവെള്ളം ഒഴിക്കരുത്. തിളച്ച വെള്ളം ഒഴിച്ച് വീണ്ടും 1/2 മണിക്കൂർ തിളപ്പിക്കണം. എന്നാലേ അതിന്റെ ഒരു ഗുണം കിട്ടുള്ളൂ. വളരെ നല്ലതാണ്. കഞ്ഞി കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. അതിനൊരു പണി ചെയ്താൽ മതി. സാധാരണഗതിയിൽ ഈ വെള്ളം ജാസ്തി വെക്കുക കുക്കറിൽ.
അപ്പൊ ഒരു വിസിലടിക്കുമ്പോൾ അത് വരും. പിന്നെ അത് തുറന്നു വെച്ചിട്ട് വേവിക്കുക. പിന്നെ തിളച്ച വെള്ളം ഒഴിക്കും. പണ്ട് കാലത്ത് ഇവിടെ കഞ്ഞി വെക്കുമ്പോ, ചോറ് വെക്കുമ്പോ ഈ അരി വെള്ളം തിളച്ചതിന് ശേഷമാണ് അരി ഇടുക. അരി ഇട്ട് തിളച്ചിട്ട് അതിന് കുറച്ച് വെള്ളം മാറ്റി വെക്കും. മാറ്റി വെച്ച് അരി വെന്തതിന്റെ ശേഷമാണ് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഒന്നുകൂടി തിളക്കും. എന്നിട്ടാണ് വാർക്കുക. ആ വാർത്ത് കഴിഞ്ഞ വെള്ളം നമ്മൾ ഉപയോഗിക്കില്ല, കുടിക്കാൻ ഉപയോഗിക്കില്ല. അത് ഗുരുവാണ്, വാർത്ത വെള്ളം. കഞ്ഞി നമ്മൾ വാർക്കില്ല, അത് ഊറ്റിയെടുക്കില്ല, അത് ലഘുവാണ്. പിന്നെ വിലേബി മനസ്സിലാണ്, നമ്മൾ കിച്ചടിയൊക്കെ പറയില്ലേ, മണ്ടം, പേയം, പേയ പറഞ്ഞ കഞ്ഞി, മണ്ടം എന്ന് പറഞ്ഞ കഞ്ഞിയുടെ തെളിവെള്ളം, പേയ കഞ്ഞി. പിന്നെ വിലേബി പറഞ്ഞ കിച്ചടി പോലത്തെ വെള്ളമല്ല, വറ്റുമല്ലാത്ത രീതിയിലുള്ള. പിന്നെ ഓദനം, ഈ കഞ്ഞി തന്നെ അത് ഊറ്റിയെടുത്ത് അതിന്റെ വെള്ളം മാറ്റി അതിന്റെ അരി വേറെടുത്ത് അത് വെള്ളം വറ്റിച്ചെടുക്കുന്നതിനെയാണ് ഓദനം എന്ന് പറയാം. ആ ഓദനമാണ് നമ്മൾ ചോറെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ മണ്ടം, പേയം, വിലേബി, ഓദനം 4 തരത്തിലാണ് ഭക്ഷണത്തിന്റെ സംസ്കാരം വരുന്നത്. അതില് ഈ ഓദനമാകുമ്പോ അത് വേണമെങ്കിൽ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചാൽ ഒരു രാത്രി ഒരു ദിവസമൊക്കെ എടുത്തു വെക്കാൻ പറ്റും. വെള്ളത്തിൽ, നല്ല ശുദ്ധമായ ജലത്തിൽ ഇട്ട് വെച്ചാൽ. ഇവിടെ നാട്ടിൽ പറയും വെള്ളച്ചോറെന്ന് പറയും, വെള്ളക്കഞ്ഞിയല്ല. അപ്പോ ഈ കഞ്ഞിനെ പഴങ്കഞ്ഞി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. പഴങ്കഞ്ഞി ഉപയോഗിക്കാൻ പാടില്ല, അത് കട്ടിയാവും, അത് തമോ ഗുണമാണ്. വെള്ളത്തിലിട്ട ഓദനം തമോ ഗുണമല്ല, ഇത്രയും തമോ ഗുണം വരില്ല അതിന്. അതാണ് ഈ വെള്ളം ചെക്ക് ചെയ്യുമ്പോൾ, വെള്ളം ശുദ്ധജലമാണോ നോക്കുമ്പോൾ ഓദനോ വിഷവാൻ സാന്തോന്റെ പ്രത്യേകം അടുത്ത് വരും, പഠിക്കുന്നത്. ഈ ഓദനം നല്ല ശുദ്ധജലത്തില് ഒരു പാത്രത്തിൽ സംസ്കരിച്ച് ഇട്ട് അതിൽ ഈ അരി ഇട്ട് വെക്കും. എന്നിട്ട് ഒരു രാത്രി കഴിഞ്ഞ് ഇളക്കി നോക്കും. അപ്പൊ അത് വിഷമയമാണെങ്കിൽ അറിയാൻ പറ്റും. അതിന്റെ ക്ലിന്നമാവും, നുലവ് വരും, നിറവ്യത്യാസം വരും, കൊഴുപ്പ് വരും. അങ്ങനെ വരുമ്പോൾ അത് വിഷമയമാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല. യാതൊരു മാറ്റവും, വെള്ളവും പറ്റും, വേറെ ഒന്നും നമുക്ക് ഉപയോഗിക്കാം, ദോഷമുള്ളതല്ല. അതാണ് പഴഞ്ചോറ്. അവിടെ പഴങ്കഞ്ഞി നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല, അത് താമസമാണ്. അത് എക്സ്റ്റേണൽ ആയിട്ട് ലേപനങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് ചില ആൾക്കാർ, ചില മുടി ഉണ്ടാവാനൊക്കെ ഉപയോഗിക്കും. അതായത് പൗഷ്ടികമാണല്ലോ, ചാർച്ചിന്റെ ഒരു കട്ടയാണല്ലോ, അത് കട്ടയാവും കുറച്ച് കഴിഞ്ഞാൽ, അരി പോലെ കട്ടയാവും. അതാണ് കഞ്ഞി. അപ്പൊ ഏതാണ്ട് കഞ്ഞിയുടെ അത് മനസ്സിലായോ ഗുണം? കഞ്ഞിവെള്ളം, കഞ്ഞിയുടെ തെളിവെള്ളം, കഞ്ഞി. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു നേരം നമ്മളൊക്കെ കഞ്ഞി കുടിച്ചാല് പിന്നെ ഈ വെള്ളത്തിന്റെ അംശം കുറയില്ല അദ്ദേഹത്തില്. അപ്പോ ഭക്ഷണത്തില് പകുതി, ആമാശത്തിന്റെ പകുതി ഖരപദാർത്ഥങ്ങളും 1/4 ഭാഗം ദ്രാവകവും 1/4 ഭാഗം ഒഴിച്ചുവിടണം. അതാണ് പറയുന്നത്. അത് 8ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഈ മാത്രാശീതിയം എന്നൊരു അധ്യായമുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എത്ര മാത്ര വേണം, എത്ര ഡോസ് വേണം, എന്തൊക്കെ എത്ര ആവാം, എത്ര ആവരുത്, അധികമായ എന്താണ്, കുറഞ്ഞ എന്താണ്, ഏതൊക്കെ ഉപയോഗിക്കണം, ഏതൊക്കെ ഉപയോഗിക്കരുത് എന്ന് വിശദമായിട്ട് പറയുന്ന ഒരു അധ്യായമാണ് അഷ്ടാംഗ സൂത്രസ്ഥാനം 8ാം അധ്യായം, മാത്രാശീതിയം. അത് വരുമ്പോൾ അഞ്ഞു വേണമെങ്കിൽ അത് നമുക്ക് വേണ്ടത് മാത്രം എടുത്തിട്ട് നമുക്ക് പഠിക്കാം, എല്ലാം ഇല്ലാതെ. അടുത്ത പ്രാവശ്യം ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്യും, അടുത്ത ആഴ്ചക്ക്. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ തന്നെ മാത്രാശീതിയിൽ പറയുന്നതും 7ാം അധ്യായത്തിൽ പറയുന്നതും ഈ 6ാം അധ്യായത്തിൽ പറയുന്നതും ഒന്നിച്ച് നമുക്ക് എഴുതി ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നല്ലത് തോന്നുന്നു. സാർ ഒരു കാര്യം, ഈ സാറ് ശാല്യൻ എന്ന് പറഞ്ഞു, അത് ഈ മുണ്ടകൻ കൃഷി ചെയ്യുമ്പോ കിട്ടുന്ന അരിയാണോ ഈ ശാല്യൻ എന്ന് ഉദ്ദേശിക്കണേ? ശാലി എന്ന് പറഞ്ഞാൽ സാധാരണ മുണ്ടകത്തിനെ പറയും, മുണ്ടകത്തിന് പൊതു. പക്ഷേ ചോപ്പരി എന്നും എങ്ങനെ വെച്ചാല് മുണ്ടകത്തിൽ ഉണ്ടാകുന്ന എല്ലാം ശാലിയാണ്. മുണ്ടകത്തില് ഉണ്ടാവും. പക്ഷെ മുണ്ടകത്തിൽ വിളയുന്ന നെല്ലിനങ്ങള് വിരിപ്പിലും വിളയും. അതാണ് ഷാഷ്ടികോ വ്രീഹി ശ്രേഷ്ഠോ എന്ന് പറയുന്നത്. ഷഷ്ടികശാലി വ്രീഹികളിൽ ശ്രേഷ്ഠമാണ്. ഈ വിരിപ്പ് വിളകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഷാഷ്ടികശാലി. അപ്പൊ അത് വ്രീഹി വർഗത്തിൽ വരും എങ്കിലും അത് ശാലിയുമാണ്, ശാലി വർഗത്തിലും വരും. അപ്പൊ സാറ് യവം എന്ന് പറഞ്ഞാൽ എന്താണ്? യവം യവം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാർലി,
ശരിയോ? ബാർലി ജൗ എന്ന് പറയും, ബാർലിയാണ്. ബാർലി ചെറിയ മാറ്റമുണ്ട്, രണ്ട് ചെറിയൊരു പാരമ്പര്യമായിട്ടുള്ള ബാർലിയും യവം നമുക്ക് ഇപ്പൊ കിട്ടുന്ന യവമായിട്ട് ചെറിയൊരു മാറ്റമുണ്ട്, വലിപ്പത്തിന് മാറ്റമുണ്ട്. രണ്ടും ഒരേ വർഗത്തിൽ വരുന്നതാണ്. ബാർലി നമ്മള് പറയും മറ്റുള്ളൊരു പേരാണ്, നമ്മൾ ജൗ എന്ന് പറയും. യവാന്നം. യവം ഔഷധമായിട്ട് ഉപയോഗിക്കും, കഭാരമായിട്ട്, പകസ്ഥിരസായനം, ധന്നം ഇതിലൊക്കെ ഉണ്ട് യവം. നമ്മൾ ഈ ഹവനങ്ങൾക്കൊക്കെ ഉപയോഗിക്കും യവം, ഹോമങ്ങൾക്കെല്ലാം. യവം മുളപ്പിക്കലോ, അതിന്റെ മുളപ്പ് ഉപയോഗിക്കും യവത്തിന്റെ. പച്ച ഈ ഇലവർഗ്ഗങ്ങളിൽ വരും, ഇലവർഗ്ഗം വരുന്നില്ലേ, ഇലവർഗ്ഗങ്ങളിൽ യവത്തിന്റെ ഇല ഉപയോഗിക്കാൻ പറയുന്നുണ്ട്, മുളപ്പിച്ചിട്ട് ഇല വന്നതിന് ശേഷം. വ്രീഹി എന്ന് പറഞ്ഞാൽ അത് വിരിപ്പിൽ മാത്രം ഉണ്ടാവുന്നതാണ്. പക്ഷെ ശാലി എന്ന് പറഞ്ഞാൽ വിരിപ്പിലുണ്ടാവും, മുണ്ടകത്തിലുണ്ടാവും. മുണ്ടകത്തിലുണ്ടാവുന്ന മൊത്തം ശാലി എന്ന് വിളിക്കും. അത് ചുവപ്പുണ്ട്, കറുപ്പിര നിറമുണ്ട്, വെളുത്തുണ്ട്. ഗൗരശ്ചാസിത ഗൗരത എന്ന് പറയുന്നുണ്ട്. ഈ ഷഷ്ടികശാലി തന്നെ രണ്ടു തരം പറയുന്നുണ്ട്, വെളുത്തുണ്ട്, ചുവപ്പും ഉണ്ട്. ഇവിടെ രണ്ടും ഉണ്ടായിരുന്നു, ഇപ്പൊ വെള്ള വിട്ടറ്റു പോയി, വെളുത്തനവര, ചുവന്നവരെ ഇപ്പോൾ ഉള്ളു. ഒരു 10-20 വർഷം മുൻപ് വരെ ഉണ്ടായിരുന്നു. പിന്നെ അതൊരു പ്രാവശ്യം മുളയ്ക്കാണ്ടായിട്ട് എന്തൊക്കെയോ ഈ പന്നിയൊക്കെ എടുത്തി നാശമായിപ്പോയി. കാലാവസ്ഥ വ്യതിയാനം എവിടെയും ഉണ്ടാവും, നിശ്ചിതമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഏതാണ്ട് മനസ്സിലായോ വിരിപ്പും മുണ്ടോ തമ്മിലുള്ള വ്യത്യാസം? സാറേ, ഇപ്പൊ അത് ഈ മുണ്ടെന്നൊന്നും പറഞ്ഞ ആൾക്കാർക്ക് അറിയില്ല. കൃഷിക്കാർക്ക് അത് അറിയുള്ളൂ. അറിയില്ല. കുറെ പരിഷ്കാരങ്ങൾ നമുക്ക് എടുക്കാവുന്നതാണ് ഇതിലൊക്കെ. കുറെ കാര്യങ്ങൾ യന്ത്രവൽക്കരണം വേണം പ്രത്യേകിച്ച്, എന്നാലേ നമുക്ക് ആനുകാലികമായിട്ട് അതിനെ കൊണ്ടു നടക്കാൻ സാധിക്കുള്ളൂ. യന്ത്രങ്ങൾ ഉപയോഗിക്കാം. മനുഷ്യര് മടിയന്മാരായിപ്പോയി, എന്ത് ചെയ്യാനാ? അതാണല്ലോ മടി പിടിച്ചിട്ട് മറ്റേ ഈ ആസ്യാസുഖം കൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾ. ആസ്യാസുഖം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഇരുന്നിട്ടുണ്ടാവുന്ന രോഗങ്ങൾ, പ്രമേഹം മുതലായ രോഗങ്ങൾ ഉണ്ടാവുന്ന അങ്ങനെയാണ്. വ്യായാമമില്ലായിട്ട് തിന്ന് ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള ആഹാരം, ദേഹാനങ്ങനെയാണ്, എന്നിട്ട് രോഗികളായി മാറും. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞ അതിന്റെ പേര് ഡോക്ടറെ, മറ്റേ പ്രമേഹം മുതലായ രോഗങ്ങളെ, അതെ, ഡയബറ്റീസ്. അതിന് സംസ്കൃതത്തിൽ എന്താ പേര്? ലൈഫ് സ്റ്റൈൽ ഡിസീസിന്. ലൈഫ് സ്റ്റൈലിന് ആസ്യാസുഖം. അതിന്റെ കാരണമാണ് പറഞ്ഞത്. നിദാനം ആസ്യാസുഖം സ്വപ്നസുഖം ദധിനി ഗ്രാമ്യ ഔദക ആനൂപ രസ പയാംസി നവാന്നപാനം ഗുഡവൈകൃതം ച പ്രമേഹ ഹേതു കഫകൽച്ച സർവം. ചരകൻ പറയുന്നതാണ്. ആസ്യ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുക, ആസ്യാസുഖം, വെറുതെ ഇരുന്നിട്ടുള്ള ശീലം, വെറുതെ ചുമ്മാ ഇരിക്കുക. സ്വപ്നസുഖം, രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്ക് കിടന്നുറങ്ങുക. ദതി, തൈര് ജാസ്തി ഉപയോഗിക്കുക. ഗ്രാമ്യമായിട്ടുള്ള വെള്ളത്തിലുണ്ടാവുന്നതായിട്ടുള്ള എല്ലാ തരം ഭക്ഷണങ്ങളും ഉപയോഗിക്കുക. അത് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ജാസ്തി ഉപയോഗിക്കുക. അമിതമായിട്ട് പാൽ ഉപയോഗിക്കുക. പുന്നല്ലരി, പുതിയ ധാന്യങ്ങൾ ഉപയോഗിക്കുക. ഗുണവൈകൃതങ്ങൾ, വിവിധ തരങ്ങളിലുള്ള മധുര പലഹാരങ്ങൾ, അത് കരിമ്പിൽ നിന്ന് നിൽക്കുന്ന മധുരങ്ങൾ ജാസ്തി ഉപയോഗിക്കുക. ഇതൊക്കെ പ്രമേഹത്തിന് കാരണമാണെന്ന് പറയുന്നത്. ആ പ്രമേഹം ഈ കാരണത്തിനെ ഒഴിവാക്കാനുള്ള ചികിത്സ. നമ്മളിവിടെ പറയാറുണ്ട്, ഇപ്പൊ കേരളീയര് അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻസിന് ഈ പ്രമേഹം ഇപ്പൊ ഒരു ലോക ജനതയെ കമ്പാരിസൺ ചെയ്യുമ്പോ അപ്പൊ അങ്ങനെ ഒരു കേരളീയർക്ക് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസിന് പ്രമേഹം വരാനുള്ള ചാൻസ് ഉണ്ട്, ജനിതക ഘടനയിൽ കൂടുതലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി. അതിലെന്തെങ്കിലും സത്യം? ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്ക് ലോകത്തില് ഏറ്റവും കൂടുതൽ പ്രമേഹത്തിന് ക്ലബൊക്കെ ഉണ്ട്. ഇവിടെ ഡയബറ്റീസ് ഡേ ഉണ്ട്, ഭയങ്കര സംഘടനയുണ്ട് അവർക്ക്. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രമേഹമുള്ള ആൾക്കാർ കേരളത്തില് പാലക്കാടാണ്. പാലക്കാട് ഫർക്ക.
എന്താ വേണ്ടത്? ഒന്നാം സ്ഥാനം. അതെന്താ കാരണം? എന്താണ് ഇപ്പൊ അങ്ങനെ വരാനുള്ള കാരണം? അങ്ങനെ കാരണം അവിടുത്തെ ലൈഫ് സ്റ്റൈലാണ്, ജീവിത രീതിയാണ് പാലക്കാട്ടുകാരുടെ. പറഞ്ഞാൽ മനസ്സിലാവില്ല അവരെ. എന്ത് പറഞ്ഞാലും കേൾക്കില്ല അവര്. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കില്ല, ഗ്രഹണശേഷി ഇല്ല, പറഞ്ഞ അവര് ഉൾക്കൊള്ളില്ല. നിക്കൊക്കെ അറിയാം, എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ടെന്ന വിചാരം. കുറച്ച് എഴുത്തുമായതിനെ അറിയും, അതോടുകൂടി നശിച്ചു വരും. അക്ഷരാഭ്യാസം ശാപാണ്. പണ്ട് കാലത്ത് അങ്ങനെയല്ല, അവിടെ വിദ്യാഭ്യാസം കുറവായിരുന്നു. അന്ന് അനുസരണ ഉണ്ടായിരുന്നു, അവർക്ക് ബോധം ഉണ്ടായിരുന്നു, വിവരം ഉണ്ടായിരുന്നു. അക്ഷരാഭ്യാസം വന്നതോടുകൂടി എന്തായി? അക്ഷരാഭ്യാസം മാത്രമായി, വിവരം പോയി, ഏട്ടിലെ പശുവായി മാറി. അതുകൊണ്ട് പാലക്കാട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രമേയമുള്ള സ്ഥലമായി. ഇവിടെ ഒരു ആഘോഷമായിട്ട് നടത്തിയിരുന്നു ഇവിടുത്തെ കോളേജുകാരൊക്കെ. ഡയബറ്റിക് ഡേ നടത്തിയായിരുന്നു. എങ്ങനെയുണ്ട്? ഇത് ദേഹാനം കണ്ടാണോ? വ്യായാമൊന്നും ഇല്ലാത്തോണ്ടാണോ? അതോ ഈ വ്യായാമമില്ലായ്മ? ഒന്ന്, വ്യായാമമില്ല. രാവിലെ സൂര്യോദയം കാണാത്ത ആൾക്കാരുണ്ട് പാലക്കാട്. എന്താ ചെയ്യാ? ഇപ്പോഴും 8 മണിക്ക് ബെഡ് കോഫി വെച്ച് നീക്കണവരുണ്ട്. ഉച്ചവരെ കിടന്നു ഉറങ്ങും. അങ്ങനത്തെ ആൾക്കാർ കൂടുതൽ പാലക്കാടാണ്. തൈര് ജാസ്തി കൂടും. തൈര് സാധനം ഇഷ്ടപ്പെട്ടാണ്. തൈരില്ലാണ്ട് ഊണ് കഴിക്കാൻ പറ്റില്ല. മോരോ തൈരോ ഇല്ലാണ്ട് കഴിക്കില്ല. ഒന്നുമില്ലെങ്കിൽ അവസാനം കുറച്ച് തൈരെടുത്ത് കുടിക്കും, അല്ലെ പുളിച്ച മോരിട്ട് കുടിക്കും. അതുമില്ല വിനാഗിരി എടുത്ത് കുടിക്കും. വിനീഗറായി സലാഡ് ഉണ്ടാക്കില്ല ആൾക്കാർ. സലാഡ് മോരൊഴിച്ചാൽ പിന്നെയും പോട്ടെ, വിനീഗർ ഒഴിച്ച് കഴിക്കുവരെ. അത്ര യോഗ്യന്മാരാ പാലക്കാട്ടുകാര്. ഇത് എന്റെ അനുഭവം ഉള്ളതാണ്. നമ്മള് പാലക്കാടിന്റെ ജില്ലക്കാരാണ് ഒറ്റപ്പാലത്തുകാര്. ഒറ്റപ്പാലം വ്യത്യാസം ഉണ്ട് കേട്ടോ. ഒറ്റപ്പാലം വള്ളുവനാടാണ്. ഒറ്റപ്പാലത്തെ രീതി വള്ളുവനാട്ട് പെട്ടു. ഒറ്റപ്പാലം പാലക്കാടൻ സംസ്കാരമല്ല, കിഴക്കൻ സംസ്കാരമല്ല. പണ്ട് കാലത്ത് ഇവിടുന്ന് പാലക്കാട്ടേക്ക് കല്യാണം കഴിച്ചു കൊടുക്കില്ല, അവിടുന്ന് ഇങ്ങോട്ട് കല്യാണം ഇങ്ങോട്ട് എടുക്കൂല. പണ്ട് കാലത്ത് ഒരു 10-40 കൊല്ലം മുമ്പൊക്കെ കേക്കില്ല. കിഴക്കോട്ടാണെങ്കിൽ ഇല്ല പറയും. അതായത് കുറച്ചൊരു സംസ്കാരം ഇത്തിരി കുറവുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പാലക്കാട്. സംസ്കാരം കുറവല്ല, സീറോ ആണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി സെറ്റിൽ ചെയ്ത ആൾക്കാരുണ്ട് അവിടെ, അവര് കുറെ ഭേദമാണ്. അതുകൊണ്ട് അവരായിട്ട് ഇപ്പൊ സമ്പർക്കമുണ്ട്. വാളയാർ ഭാഗത്തും നെന്മാറ ഭാഗത്തൊക്കെ മറ്റവരില്ല. അതൊരു സംസ്കാരത്തിന്റെ കേന്ദ്രമാണ് നമ്മുടെ ഈ വള്ളുവനാട് ഭാഗം, തൃശ്ശൂരൊക്കെ. അയ്യോ, വള്ളുവനാട് എന്ന് പറഞ്ഞാൽ സംസ്കാരത്തിന്റെ പ്രധാന കേന്ദ്രമാണ്. ഭാരതത്തിന്റെ തന്നെ പ്രധാന കേന്ദ്രമായിരുന്നു. മാമാങ്കൊക്കെ അവിടെയല്ലേ ഉണ്ടായിരുന്നത്? അതെ 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 അതെ. വള്ളുവക്കോനാതിരി തിരുവള്ളൂർ. ഏറ്റവും ആഢ്യനായിട്ടുള്ള രാജാവായിട്ട് തിരുവിതാംകൂർ മഹാരാജാവിന് വരെ നമ്പൂരിമാര് പൂണൂലിട്ട് കൊടുക്കില്ല, വള്ളുവക്കോനാതിരിക്ക് ഇട്ട് കൊടുക്കും. അത് വാസ്തവത്തില് അത് നമ്മുടെ ഈ തീയ കമ്മ്യൂണിറ്റിയിൽ പെട്ടവരാണ് ശരിക്കും വള്ളുവക്കോനാതിരി. കാരണം തിരുവള്ളൂര് ജനിച്ചു വളർന്നത് തീയ കമ്മ്യൂണിറ്റിയിലാണല്ലോ. വള്ളുവക്കോനാതിരി എന്ന് വെച്ചാൽ തീയരാണ്. അപ്പൊ അവരെയാണ് ഏറ്റവും ആഢ്യരായിട്ടുള്ള രാജാവായിട്ട് കൺസിഡർ ചെയ്യണ കേരളത്തില്. അവര് വേദം പഠിച്ചവരാണ്, തന്ത്രം പഠിച്ചവരാണ് തന്ത്രിമാരിപ്പോ. തന്ത്രിമാര് നോക്കുമ്പോ ഇപ്പോഴുള്ള മേജർ തന്ത്രിമാര് മുഴുവൻ തീയന്മാരാണ്. അതെ, വിജയൻ തന്ത്രികള്, വീരൻ തന്ത്രികളൊക്കെ തീയന്മാരായിരുന്നല്ലോ. ഇപ്പോ അങ്ങനെയാണ് തന്ത്രവിദ്യ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തീയ സമുദായമാണ്. അല്ല, ഈ വള്ളുവക്കോനാതിരി തീയ കമ്മ്യൂണിറ്റിയിൽ പെട്ടവരായിരുന്നു. അതെ 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 അതെ. അവരാണ് ഏറ്റവും ആഢ്യനായിട്ടുള്ള രാജാക്കന്മാരായിട്ട് കേരളത്തിലെ 18 തളിയാതിരിമാരായിരുന്നല്ലോ, തളികളായിരുന്നല്ലോ. തിരുവിതാംകൂർ രാജാവിന് പോലും പൂണൂലിന് അവകാശമില്ല, പക്ഷെ വള്ളുവക്കോനാതിരിക്കുണ്ട്. സാമൂരിപ്പാടിന് വരെ പണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇങ്ങനെ വലിയ ജാതീയതയൊന്നും ഉണ്ടായിരുന്നില്ല പ്രാചീന കാലത്ത്. ഇല്ല ഇല്ല ഇല്ല, അത് പിന്നീട് ആരോപിച്ചാണ്, പിന്നീട് ഡിവൈഡിന്റെ ഭാഗമായിട്ട് വന്നാണത്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നു. സോഷ്യൽ എഞ്ചിനീയറിംഗ് സംശയം. വർഗീയത അവരുണ്ടാക്കിയതാണ്. കാരണം നമ്മളൊക്കെ പറയുടെ മക്കളല്ലേ. അതെ അതെ അതെ, പറയപ്പെട്ട പന്തിരിവിലാണല്ലോ, അതിൽ പെട്ടതാണ്. അതാണ് അതിന്റെ ശരി.
വ്യാസഭഗവാന്റെ ഒക്കെ ആ രീതി അറിയാലോ. അത് സത്യം മറച്ചു വെക്കാൻ ആൾക്കാര്, യാഥാർത്ഥ്യം തെറ്റിപ്പോവാ. പിന്നെ അടുത്ത പ്രാവശ്യം ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ മറ്റേ കുറെ നമുക്ക് ഉപയോഗയോഗ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പല ചാപ്റ്ററിൽ നിന്നും ക്രോഡീകരിച്ച് ഓരോ പേപ്പർ പോലെ ആക്കി തരാം. അപ്പോ ഭക്ഷണക്രമം, ഉറങ്ങണത് ഇന്നത്, വിരുദ്ധാഹാരങ്ങൾ ഇന്നത്. ഇപ്പൊ നിദ്ര ഒക്കെ 7ാം അധ്യായത്തിലാണ് വരുന്നത്. നിദ്ര എന്താണ്, ഉറക്കം എന്തിനാണത്, എപ്പോഴാണ് എഴുന്നേൽക്കേണ്ടത്? നമ്മൾ പഠിച്ചു ബ്രാഹ്മ മുഹൂർത്തെ ഉത്തിഷ്ഠേ സ്വസ്ഥോ രക്ഷാർത്ഥമായിഷ എന്ന് പറഞ്ഞു. ബ്രാഹ്മമുഹൂർത്തിൽ എഴുന്നേൽക്കാൻ പറഞ്ഞു. ഇനി എപ്പോ ഉറങ്ങണം എന്ന് പറയണ 7ാം അധ്യായത്തില് നിദ്രയെ കുറിച്ചാണ് പറയുന്നത്. നിദ്രായത്വം സുഖം ദുഃഖം പുഷ്ടികാർശ്യം ബലാബലം വൃഷത ക്ലീപത ജ്ഞാനം അജ്ഞാനം ജീവിതം നച്ച എന്നാണ് ഉറക്കത്തിനെ കുറിച്ച് പറയുന്നത്. വൃഷത, ക്ലീപത, ക്ലൈബ്യം, അതിനൊക്കെ അധിഷ്ഠാനം ഉറക്കമാണ്. ജ്ഞാനം, അജ്ഞാനം, ജീവിതം ഇതിനെ നിർത്തുന്ന ഉറക്കമാണ്. ശയനം, ഉറക്കം 3 തൂണുകളിൽ ഒന്നാണ്. സുഖം, ദുഃഖം, പുഷ്ടി, കാർശ്യം, ബലം, അബലം, വൃഷത, ക്ലീപത ഇതിനൊക്കെ ആധാരം നിദ്രയാണ്. അകാലത്ത് പാടില്ല നിദ്ര. ആ നിദ്ര അതിന്റെ കാലത്ത് വേണം. പിന്നെ എന്താണ് അനിദ്രയ്ക്ക് കാരണം, എന്താണ്, എങ്ങനെയാണ് സുഖനിദ്ര ഉണ്ടാവുക? അത് പ്രത്യേകം നിദ്രാസ സന്തോഷ തൃപ്തസ്യ സ്വം കാലം നാദിവർത്തതേ അകാല ശൈനാൻമോഹ ജ്വര സ്ഥൈമിത്യ പീനസ ശിരോരു ക്രോധോരോധ അഗ്നിമന്ദത എന്ന് തുടങ്ങിയ പല ഇതും പറയുന്നുണ്ട്. പറഞ്ഞുതരാം നിദ്രയെ കുറിച്ച്. അങ്ങനെ ക്ലാസ് ആവും, നന്നാവോ തോന്നുന്നു അല്ലേ? എന്നാ കുറച്ചുകൂടി ഉപയോഗയോഗ്യമാണ്. നല്ലത് ഓരോ സബ്ജക്റ്റ് ആയിട്ട് പഠിക്കും. അതൊന്ന് പ്രിന്റ് എടുത്ത് കിട്ടാൻ നല്ലതായിരിക്കും സാർ. അത് ഇട്ട് കഴിഞ്ഞാലേ നമുക്കത് പ്രിന്റ് എടുക്കാൻ, അതൊന്ന് പ്രിന്റ് ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് സൗകര്യമായിരിക്കും. ഞങ്ങൾ ആർക്കും വാട്സാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്യാവുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇമെയിൽ അയച്ചാലും പ്രിന്റ് ചെയ്യാം, സൂക്ഷിക്കാൻ ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യാം നമുക്ക്. അവിടെ കൊടുത്ത് വായിച്ചു വെക്കാലോ. വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകം മനസ്സിലാവുമല്ലോ. അപ്പോ അടുത്ത പ്രാവശ്യം നമുക്ക് ഭക്ഷണത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ വിരുദ്ധാഹാരത്തിനെ കുറിച്ചോ നിദ്രയെ കുറിച്ചോ ഏതാച്ചാ അത് ഒരെണ്ണത്തിന് ഓരോ പേപ്പറാക്കി വിടാം. എന്തായാലും അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അവിടെ വായിക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മളിവിടെ ക്ലാസ് എടുക്കാം. അപ്പൊ എടുക്കുമ്പോ കുറച്ചുകൂടി വ്യക്തമാവും, ബോധ്യപ്പെടും. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. സമയം കിട്ടുമല്ലോ, നമുക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടുമല്ലോ. അതുകൊണ്ട് അടുത്ത പ്രാവശ്യത്തിൽ നമ്മൾ ഇപ്പൊ തന്നെ എഴുതിയിട്ടുണ്ടെങ്കിൽ 2-4 ദിവസത്തിനുള്ളിൽ എഴുതി അയച്ചു തരാം അതിന്റെ പോയിന്റ്സ് ഒക്കെ. അതായിരിക്കും നന്നാവുക. അത് ഒരു പ്രാവശ്യത്തെ അങ്ങനെ ചെയ്തതുകൊണ്ട് പിന്നെ അത് സമയമില്ലാണ്ടേ, ഈ ഓരോ മറ്റു തിരക്കുകളൊക്കെ വന്നപ്പോ സമയമില്ലാണ്ട് പോയി. അങ്ങനെ ആയി കൊടുക്കാം. അതായിരിക്കും കൂടുതൽ ഉപയോഗത്തിൽ വരിക. ഇവിടെ കിട്ടുന്ന മാട്ട റൈസ് നല്ലതാണോ? റൈസ് ചോന്നരിന്നേ ഉള്ളൂ. അത് ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു. നമ്മള് ഈ അരി വാങ്ങുമ്പോ അത് ഈ ചാക്കില് നമ്മൾ നെല്ല് ഉമി കളഞ്ഞിട്ടാണല്ലോ അരിയായിട്ട് വരുന്നത്. അത് 2, 3, 4 മാസം കഴിയുമ്പോ പുഴുക്കേടായിട്ട് വരും, അത് കേടുവരും. വാങ്ങണ അരിക്കൊന്നും കേടുവരുന്നില്ല. സത്യം. അപ്പൊ അതിനെന്താ കാരണം എന്ന് സ്വയം കണ്ട് നമ്മള്, ഞാനായിട്ടാണ് പറയുന്നില്ല, അതിലെന്തെങ്കിലും ഈ കീടങ്ങൾ വരാണ്ടിരിക്കാനുള്ള എന്തെങ്കിലും ചേർക്കണുണ്ടാവേ. അതുകൊണ്ട് നിങ്ങൾ മട്ട റൈസ് ഒക്കെ നല്ലതാണ്, പക്ഷെ വാങ്ങിയിട്ട് നിങ്ങള് അത് കുറെ നേരം വെള്ളത്തിലിട്ട് കഴുകണം, എന്നിട്ടാണ് ഉപയോഗിക്കുക. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് സൂചിപ്പിച്ചു. നെല്ല് സംഭരിച്ച് നമ്മൾ തന്നെ അത് കുത്തി ഉമിയാക്കുക, ഉമി മാറ്റുക, എന്നിട്ട് അരിയാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കാം. അതും നമുക്ക് അനുകരണീയമാണ്. അതായത് എളുപ്പമല്ല, നെല്ല് വാങ്ങിയിട്ട് അരിയാക്കി ഉപയോഗിക്കുന്നതല്ല. ഒരു
ആഴ്ചക്ക് ഒരു ദിവസത്തേക്ക് വേണ്ട അരി വീട്ടിൽ കുത്തിവെക്കാനുള്ള സംവിധാനം ഉണ്ടായാൽ മതിയല്ലോ. അതായിരിക്കും കൂടുതൽ നല്ലത്. അതാ അങ്ങനെ പറയാനുള്ള കാരണം. അപ്പൊ ഇത് കാരണമാണ് ഞാൻ ആ രീതിയിൽ അന്ന് നേരത്തെ പറഞ്ഞത്. ഇപ്പൊ തന്നെ ഇന്ന് തന്നെയാണല്ലോ പറഞ്ഞത്. ഒരു നെല്ലെണ്ണ സംഭരിച്ചു വെച്ചിട്ട് ഒരാഴ്ചക്ക് വേണ്ട അരി നമ്മൾ അവനവന്റെ വീട്ടിലുണ്ടാക്കാവുന്ന രീതി സ്വീകരിക്കുക. അങ്ങനെ വരുമ്പോ അരി വാങ്ങണ സമ്പ്രദായം നിർത്താൻ പറ്റും. ഫ്രഷായിട്ട് നമ്മൾ തവിട് നമുക്ക് കളയണ്ട. തവിട് കളയാണെങ്കിൽ കളയാം. പച്ചരി വേണമെങ്കിൽ ഉപയോഗിക്കാം, പുഴുങ്ങലരി ഉപയോഗിക്കാം, അത് പൊട്ടിച്ചിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, ചെറിയ അരി ആക്കാം, വലിയ അരി ആക്കാം, നീളത്തുള്ള അരി ആക്കാം, ഒരു പ്രശ്നമില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണല്ലോ. എത്ര വേണം? ഒരാഴ്ചക്ക് വേണ്ടത് ചിലപ്പോൾ 2-3 കിലോ വേണ്ടോ, അതിന് ധാരാളം. വലിയ കുടുംബമാണെങ്കിൽ അത്രയും വേണ്ട. ഒരു നേരം 2 നേരമല്ലേ അരി ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പൊ വളരെ കുറച്ചല്ലേ ഉപയോഗിക്കുള്ളൂ. അപ്പൊ നമുക്കൊരു സൺഡേ മണിക്കൂർ മെനക്കെട്ടാല് ഒരു നെല്ലിയാക്കി മാറ്റാൻ പറ്റും. നെല്ല് നമ്മൾ സംഭരിച്ച് വെക്കാൻ ഒരു പ്രശ്നമില്ല. അത് പ്രകൃതി തന്നെ അതിന്റെ ഉമി കൊണ്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഉമി ഒരു കവറാണല്ലോ, അതിൽ കിഴങ്ങ് വരാണ്ടിരിക്കാനേ പ്രൊട്ടക്ഷൻ കൊടുക്കാണ് ഉമി. എത്ര വർഷം ഇരുന്നാലും നെല്ല് കേടുവരില്ല. അടച്ചു വെച്ചാൽ മതി. വെള്ളം നനയരുതെന്ന് മാത്രം. വെള്ളം നനയാണ്ട് ഈർപ്പം തട്ടാണ്ട് നെല്ലെടുത്ത് വെച്ചാല് 10, 50, 100 കൊല്ലം എടുത്ത് വെക്കാൻ പറ്റും. ഇപ്പൊ ചില രാജ്യന്മാര് വിത്ത് കഴിഞ്ഞാലും എടുത്ത് വെക്കാൻ പറ്റില്ല. അറേബ്യൻ ഈ അവിടുത്തെ രാജാക്കന്മാര് ഇന്ത്യയിൽ നിന്നാണ് അരി കൊണ്ടുപോകുന്നത്. രാജസ്ഥാൻ ഭാഗം അതിന് പ്രത്യേകം വിഭാഗക്കാരുണ്ട്. അത് 100 കൊല്ലം പഴക്കമുള്ള 50 കൊല്ലം പഴക്കമുള്ള അരിയാണ് അവർ ഉപയോഗിക്കുന്നത്. ബസ്മതി പോലത്തെ അരികൾ 10-100 വർഷം പഴക്കമുള്ള അരികൾ ഉപയോഗിക്കും. അതുകൊണ്ട് പണ്ടൊരു കാലത്ത് നമ്മള് മില്ലിൽ കൊണ്ട് നെല്ല് കുത്തി അരിയാക്കുമായിരുന്നു. നമ്മുടെ തന്നെ വീട്ടിൽ തന്നെ പുഴുങ്ങി, അത് ഉണക്കാലമാകുമ്പോൾ പുഴുങ്ങി നമ്മൾ പതായത്തിലിട്ടിട്ട് അത് മഴക്കാലത്തൊക്കെ അത് ഇട്ട് കൊണ്ടുപോയി കുറേശ്ശെ പോയി കുത്തി അന്ന് ഉപയോഗിക്കുമായിരുന്നു. എന്നിട്ട് അരി ഭരണിക്കകത്തിട്ടിട്ട് അതിനകത്ത് വറ്റൽമുളക് ഇടും, അതിനകത്ത് പെട്ടെന്ന് കയറാതിരിക്കാനുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് നെല്ല് വെച്ചുണക്കി എടുത്തു വെക്കും. എന്നിട്ട് നെല്ലൂത്താനുള്ള വീടിലൊരു സ്ഥലമുണ്ട്, നെല്ലൂത്ത് കൊണ്ടേ പറയും. അവിടെ ഉരലുണ്ടാവും, ഒലക്കി ഉണ്ടാവും. അതിലിട്ട് നെല്ല് ഉമി കളയും. പിന്നെ വെളുപ്പിക്കാൻ വേറെ ഒരല്ല, ഈ മരത്തിന്റെ ഒരല്, കല്ല് ഒലക്ക പറഞ്ഞ സാധനമുണ്ട്. ഇങ്ങനെ വലിയ നീളത്ത് ഇങ്ങനെ. അപ്പൊ അത് ഒരാഴ്ചക്ക് വേണ്ട ഇവിടെ കുത്തിയെടുക്കുക ചെയ്യാ, ചേറെടുക്കുക. അന്ന് വ്യായാമമുണ്ട് എല്ലാവർക്കും, സ്ത്രീകൾക്കൊക്കെ. നെല്ലുത്ത് വലിയ വ്യായാമമാണ്. അരി ചേർന്ന് വ്യായാമം. അതിന്റെ തവിട്ട് കൂടുകൊണ്ട് അടയുണ്ടാക്കും. അപ്പൊ അങ്ങനത്തെ നെല്ലുത്താനുള്ള സ്ഥലങ്ങളൊക്കെ വീട്ടുകളിൽ ഉണ്ടാക്കണം, നല്ലതാണ്. ഒരു വലിയൊരു കട്ടിയുള്ള വടിയും ഒരു ചെറിയൊരു ഒലക്ക പോലത്തെ ഒരു വടിയും ഒരു ചെറിയൊരു കുഴിയുള്ള ഒരു മരത്തിൻ്റെതും ഒരു ഉരലുണ്ടാക്കിയാൽ മതി. എന്നാൽ നമുക്ക് തന്നെ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാം. നെല്ല് കുത്തുന്ന ഒരു പെരയുണ്ടായിരുന്നു, ഒരപ്പര പറയാ. ഒരപ്പര നെല്ലുത്താനായിട്ട് ഷെഡാണ് പണ്ട് ഒരു വീട്. അന്നത്തെ കാലത്ത് ഇതിനകത്തൊക്കെ ആൾക്കാരെയൊക്കെ ചെയ്യാനുള്ള വീട്ടുകാർ ചെയ്തില്ല. ആരെങ്കിലും കിട്ടുമോ നമ്മുടെ? അല്ലേ, ആരെങ്കിലും ഉണ്ടാക്കാലോ. ഇപ്പൊ വീട്ടിൽ വെറുതെ വ്യായാമമായല്ലോ ആൾക്കാർക്ക്. ടൈം പാസുമായി, ടി വി കാണാൻ പറ്റും. ഇപ്പോഴത്തെ ആൾക്കാർ സ്വപ്നത്തിൽ പോലും വിചാരിക്കത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി. അതിലെ രോഗികളാണോ എല്ലാവർക്കും? PCOD-യും ഫൈബ്രോയിഡും ക്യാൻസറും ഒക്കെ ആണല്ലോ. പ്രഷർ, ഷുഗർ, ടെൻഷൻ, ഉറങ്ങാൻ ഗുളിക, വിറയാതിരിക്കാനുള്ള ഗുളിക. ഇപ്പൊ പാർക്കിൻസൺ കൂടി വരികയാണ് ഇവിടെ. മനോരോഗികൾ കൂടി വരിക, ഡിമെൻഷ്യ കൂടി വരിക. എന്താ കാരണം? എൻഗേജ്മെന്റ് ഇല്ല അവർക്ക്. ദിവസത്തിലെ സമയം വെറുതെ കളയുകയാണ് ചിന്തിക്കാനായിട്ട്. ചിന്തിക്കാനില്ലല്ലോ. ഒരു കാര്യം ചോദിച്ചോട്ടെ. പാർക്കിൻസൺസിന് ഒരു 8-9 വർഷമായി ഹസ്ബൻഡിന് ഉണ്ട് പാർക്കിൻസൺസ് ഉണ്ട്, മരുന്നെടുക്കണുണ്ട്.
നാട്ടിൽ വന്ന് ട്രീറ്റ്മെന്റ് എല്ലാ വർഷവും വന്ന് എന്താ പറയാ തിരുമ്മും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. കാരണം ബോഡി സ്റ്റിഫ് ആവുകയാണല്ലോ. ഇവിടെ ഈ കാർബിഡോപ്പ ലെബിഡോപ്പ എന്നൊക്കെ പറഞ്ഞുള്ള മരുന്ന് എക്സ്റ്റൻഡഡ് റിലീസ് അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഡോക്ടർക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും അതിന്റെ ഡോസ് കുറയ്ക്കാൻ പറ്റും. അത് ഒരു മാസത്തിന്റെ ഉള്ളിലാണെങ്കിൽ സമ്പൂർണമായിട്ട് മാറ്റാൻ പറ്റും. 3 മാസത്തിനുള്ളിലാണ് നമ്മൾ ഐഡന്റിഫൈഡ് ചികിത്സിക്കാൻ വെച്ചാൽ പൂർണ്ണമായിട്ടും മാറ്റി വീണ്ടും വരാത്ത രീതിയിലാക്കാൻ പറ്റും. 3 മാസം കഴിഞ്ഞാൽ അത് മാറാൻ പറ്റും. ഇതിപ്പം 10 വർഷമായി 10 വർഷമായി കഴിഞ്ഞാൽ ഈ മരുന്നിന്റെ ഡോസ് കുറയ്ക്കാൻ പറ്റും. അതല്ലെങ്കിൽ രോഗത്തിന്റെ വൃത്തി കുറയ്ക്കാൻ പറ്റും. അത്രേ സാധിക്കുള്ളൂ. അതെങ്ങനെയാണ്? നാട്ടിൽ വന്ന് എല്ലാ വർഷവും ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കാറുണ്ട്. അത് ധാരയും എന്തോ വലിയ ഒന്നും വേണ്ടേ, ചില ഭക്ഷണക്രമങ്ങളൊക്കെ മാറ്റണ്ടോ. ഇനി വരുമ്പോ ഒന്ന് വന്നോളൂ. ഞങ്ങളുടെ വീട് മൂവാറ്റുപുഴ. അപ്പൊ ഒന്ന് ഇങ്ങോട്ടൊന്ന് വന്നോളൂ ഒരു പ്രാവശ്യം വരുമ്പോ കേട്ടോ. ഓക്കെ. ഡോക്ടറിന്റെ വീട് ശരിക്കും എവിടെയാണ്? ഒറ്റപ്പാലം. ഓക്കെ. ഞാൻ വരുമ്പോ ഇനി അഡ്രസ് എടുത്തോളാം. ഇനിയിപ്പോ ഞങ്ങൾ ഉടനെ ഏതായാലും വരണില്ല. കാരണം ഞങ്ങള് ഓക്കെ ഓക്കെ അവിടെ ചോദിച്ചാ മതി. ഇവിടത്തെ കുറെ ആൾക്കാരുണ്ട് അവിടെ. പലയിടത്തായിട്ട് സ്പ്രെഡായി കിടക്കാണ്. കാനഡയിലും അവിടെയും ഇവിടേക്ക് ആയിട്ട്. ഈ വള്ളവനാട്ടുള്ള ഉണ്ടാവാനുണ്ട്. നമ്മുടെയൊക്കെ റിലേറ്റീവ്സ് കുറെ പണ്ടുണ്ട്. അമേരിക്കയിലേക്ക് പോയിരുന്ന നമ്മുടെ അമ്മാവന്റെ മകളാ പണ്ട് കാലത്ത്, 100 കൊല്ലം മുൻപ്. അവിടെ സെറ്റിൽ ചെയ്ത് അവിടുത്തെ ആൾക്കാരായി മാറിപ്പോ. അവരെവിടെ വാഷിങ്ടൺ അവിടെ എവിടെയാ തോന്നുന്നു. മരുന്ന് ഇപ്പം എന്താ പറയാ, ഇവരോട് പറയുന്ന ഒരു ഇതുണ്ട്, ഒരു ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന ഒരു സർജറിക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അവര്. എന്തോ അത് ന്യൂറോളജിക്കലാണ്. അത് മറ്റേ ഈ സർജറി കൊണ്ട് മാറുന്ന എനിക്ക് വിശ്വാസമില്ല. ചെയ്ത് നോക്കിയിട്ട് പരീക്ഷണത്തിന് എന്താ, എനിക്ക് അതിനെ കുറിച്ച് അഭിപ്രായമില്ല. എന്താണ് വേണമെന്നോ വേണ്ടാന്നോ പറയാൻ നമ്മള് അതിനുള്ള യോഗ്യത ഇല്ലാന്ന് തോന്നുന്നു. ചെയ്യിക്കില്ല. ഇത് എന്താ അവര് പറയണ, ഒരു പ്രോഗ്രസീവ് ഡിസീസ് എന്നാണ് അവര് പറയണത്. അതിന്റെ പ്രോഗ്രസ് കുറയ്ക്കാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും, അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഡെവലപ്മെന്റ് നമുക്ക് കൺട്രോൾ. പ്രോഗ്രസീവ് ഡിസീസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ മരുന്ന് കഴിക്കണേ? മാറാത്ത രോഗത്തിന് ഔഷധം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഔഷധജന്യമായിട്ട് വേറെ അല്ല, അവര് വിത്ത് മെഡിസിൻ അത് എന്റെ എന്താ പറയാ, എന്റെ എന്താ ട്രമ്മർ കുറയ്ക്കുക അങ്ങനെയൊക്കെയാണല്ലോ അവർ ചെയ്യുന്നത്. പിന്നെ കുറച്ചുകൂടെ സാധിക്കും, അത് സാധിക്കും. പക്ഷെ ആ കൊണ്ട് സൈഡ് എഫക്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? അതാണ് പ്രശ്നം. ഇപ്പൊ ബെൻഡ് ആവുക, അതിന്റെ ഷേപ്പ് മാറുക, നടക്കാൻ കുറച്ച് കഴിഞ്ഞാൽ 2-3 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും അതിന്റെ എഫക്റ്റ് പോകും. അത് വീണ്ടും തുടങ്ങും, വരയ്ക്കാൻ തുടങ്ങും, ട്രമ്മർ തുടങ്ങും. അത് വീണ്ടും കഴിക്കുക. അങ്ങനെ ഇവിടെ ഇപ്പോ 2 മണിക്കൂറിൽ ഒരിക്കൽ കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ചികിത്സ ഇപ്പൊ കഴിഞ്ഞ മിനിങ്ങാന്നാ പോയത്. അവര് ഒരാള് അമേരിക്കയിലാണ്, ഒരാൾ എവിടെയാ, ഇവിടെയാണ് കാനഡയിലൊക്കെയാണ്. മോള് കിടക്കുന്നില്ലേ, എഞ്ചിനീയറാണ്. അത് കുറഞ്ഞു. ഇപ്പൊ സ്വന്തം നടക്കാൻ നീക്കാനും വയ്യേ, കുപ്പായിടാൻ വയ്യ, തിരിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അങ്ങനത്തെ ആളായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, കൈ വിറച്ചിട്ട് പിന്നെ മരുന്ന് കഴിച്ചാൽ കുറച്ചു നേരം നിൽക്കും, പിന്നെ വീണ്ടും 2 മണിക്കൂർ കഴിഞ്ഞാൽ പഴയ പടിയാവും, സ്റ്റിഫാവും, അല്ലെങ്കിൽ വിറയലാവും. അങ്ങനെ കുറെ രീതിയിൽ വരുന്നുണ്ട്. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കാണാൻ സുഖമില്ലാത്തൊരു രോഗമാണ്. വൈദ്യന്മാർക്ക് മനോവിഷമം ഉണ്ടാക്കും. അപ്പൊ അങ്ങനത്തെ രോഗങ്ങൾ കുറയ്ക്കാൻ സാധിക്കും ചികിത്സ കൊണ്ട്, ആയുർവേദ ചികിത്സ കൊണ്ട്. തുടക്കത്തിലാണെങ്കിൽ സമ്പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കും. ഇവിടെയൊക്കെ ചെയ്യാറുണ്ട്.
തുടക്കത്തിലെ കണ്ടുള്ള ആൾക്കാരുണ്ടാവും. പാവങ്ങളാകുമ്പോൾ അങ്ങോട്ട് വരും. ആദ്യം വലിയ വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ നേരത്തെ പറഞ്ഞില്ലേ, അക്ഷരാഭ്യാസമുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ആദ്യം പോകും. അവിടെ പോയിട്ട് ഈ സിൻഡോപ്പ് കഴിച്ചിട്ട് ഒരു മാസം 2 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരിക. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിസ്റ്റത്തിലേക്ക് പോകും, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ എന്താ ചെയ്യുന്നത്? ആരും റിസ്ക് എടുക്കാൻ തയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് ഒരു രക്ഷയില്ലെങ്കിൽ വരും ആൾക്കാർ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ ചികിത്സിക്കാറുണ്ട്. കുറെ എണ്ണത്തില് അതിന് ഡെവലപ്മെന്റ് കുറയ്ക്കാൻ പറ്റും, രോഗത്തിന്റെ വൃദ്ധി കുറയ്ക്കാൻ പറ്റും. അത് സാധിക്കും, ഉറപ്പാ. അതല്ലേ ഇപ്പൊ വേണ്ടു. മരുന്നിന്റെ ഡോസ് കൂട്ടാതിരിക്കുക, രോഗത്തിന്റെ വൃദ്ധി കുറയ്ക്കുക. അതിന് സാധിക്കും കേട്ടോ. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എക്സ്പെൻസീവ് ഒന്നല്ലാതെ ലളിതമാണ്. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? പാർക്കിൻസൺസ് ഡിസീസിന്റെ മൂല കാരണം എന്താണ്? വാദം വർദ്ധിച്ച് വൃദ്ധസ്തുകൃതയിലെ കാർഷികാർഷോഷ്ണകാവിത്വ കമ്പാൻ ബലനിദ്ര ഇന്ദ്രിയ ഭ്രംശ പ്രലാപ ഭ്രമദീനത. അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ അഷ്ടാംഗ സൂത്രസ്ഥാനം 11, 12, 13 അധ്യായങ്ങൾ വിവരിക്കുന്നുണ്ട് കാര്യങ്ങൾ. ദോഷാദിവിജ്ഞാനീയം, ദോഷോപക്രമണീയം, ദോഷഭേദീയം, ഈ 3 ചാപ്റ്ററാണ് അതിൽ വരുന്നത്. അത് ചികിത്സാ അടിസ്ഥാനമായിട്ടാണ് വരുന്നത്. പൂർണ്ണമായിട്ട് ഇപ്പോ ഈ വെസ്റ്റേൺ നോളജിന്റെ എത്ര ഇരട്ടി ഇവിടെ പറയുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ, റീസൺ, കാരണം, നിദാനം പറയുന്നുണ്ട്, ചികിത്സ പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് സ്വീകരിക്കാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ആരും സ്വീകരിക്കുന്നില്ല. അപ്പൊ വിറച്ച് നടന്നോട്ടെ, നമ്മളെന്ത് ചെയ്യണം? വെറുതെ ഇരിക്കും, വിറച്ച് നടക്കുക അറിയില്ല. അതാണ് പറഞ്ഞാൽ മനസ്സിലാവില്ല ആൾക്കാർക്ക്. ഇവിടെയുള്ളവർക്ക് ഏറ്റവും ദോഷം എന്താ അറിയോ? ഇവിടെ വിദ്യാഭ്യാസ ശാപ. വേണ്ട വിദ്യാഭ്യാസം ഇല്ലേ? അവിടുത്തെ കാര്യമൊക്കെ അറിയില്ല, ഇവിടുത്തെ കാര്യം. ഇവിടെ ദിവസേന കാണാറുണ്ട് 2 or 4 പാർക്കിൻസൺ രോഗികൾ. അത് അധികം ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, ഇങ്ങനത്തെ ആൾക്കാർക്ക്, എഞ്ചിനീയർമാർ, ഇവർക്കാണ് കാണുന്നത്. ഒരൊറ്റ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും പാർക്കിൻസൺ വരുന്നില്ല. എന്താ കാരണം? അതാണ് അതിന്റെ പ്രത്യേകത. സാധാരണ ഗ്രാമീണർക്ക് ഇത് കാണുന്നില്ല. എന്താ അതിന് കാരണം? ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇല്ലാത്തവർക്ക് ഇത് കാണുന്നില്ല. എന്താ കാരണം? അതൊന്ന് നമുക്കൊരു ഗവേഷണം നടത്തേണ്ടതാണ്. ഇപ്പോഴത്തെ നിലയ്ക്ക് ആനുകാലികമായിട്ടൊരു പ്രസക്തിയുള്ള കാര്യമാണ്. കൂടുതൽ എന്താ പറയുക, ബ്രെയിൻ സ്റ്റിമുലേഷൻ അങ്ങനെ എന്തെങ്കിലും കൊണ്ടാണോ? അല്ല, അതന്നെയാ കാരണം. മിഥ്യാധാരണ. നമ്മള് ഇപ്പോ ഒരു എന്താണ് ഈ ബ്രെയിൻ, എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് അറിയില്ലല്ലോ. ബ്രെയിൻ ഡീജനറേഷൻ ഒന്നും വരില്ല. എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത്, കമ്പ്യൂട്ടർ അപ്ഡേറ്റ് ചെയ്യണ മട്ടാണ്. ബ്രെയിൻ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് പോകണം. ഉപയോഗിക്കാൻ പറ്റാണ്ടായി അത് അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നശിച്ചു പോകും. ഒരു മൊബൈലോ കമ്പ്യൂട്ടറോ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നാശമായി പോവില്ലേ എന്ന മട്ടേ ഉള്ളൂ. അത് നിത്യനൂതനമാവണം എന്നും, അപ് ടു ഡേറ്റ്, അപൂർവത്വം ആർജിക്കണം. അതാണ് ആദ്യത്തെ നമ്മൾ കഴിഞ്ഞ പ്രാർത്ഥന. യോ അപൂർവ വൈദ്യായ, അപൂർവത്വം ആർജിക്കണം. അതിനുവേണ്ട ചെയ്യണം. ഒരു ഡീജനറേഷൻ വരാതിരിക്കാനാണ് അഭ്യംഗം. അഭ്യംഗം ആചര്യാൽ നിത്യം സജരാശ്രമ വാദ. വാദരോഗത്തിൽ പറയുന്നതാണത്. വാദത്തിന്റെ വൃദ്ധി ആണ് പാർക്കിൻസന് കാരണം. വാദത്തിനെ മൊത്തം ശമിപ്പിക്കും, അതിന് കുറയ്ക്കൂല, കൂട്ടൂല. വാദവൃദ്ധി വന്നാലും വാദം ക്ഷയം വന്നാലും രോഗം. അപ്പൊ ഈ വാദവൃദ്ധി ഉള്ള ഈ പാർക്കിൻസന് ചികിത്സ വന്നിട്ടുണ്ടെങ്കിൽ അത് വാദക്ഷേത്രങ്ങൾ കാണിക്കും മരുന്നുകൊണ്ട്. നാട്ടിൻപുറത്തുകാർക്ക് തേച്ചു കുളിക്കാനായിട്ട് സമയം കിട്ടും. ഈ ആധുനിക രീതിയിൽ ജീവിക്കുന്നവർക്ക് അത് പറ്റില്ല. അതുകൊണ്ടായിരിക്കും. അങ്ങനെയൊന്നുമില്ല. അത് നമ്മൾ വെറുതെ ലെയിം എക്സ്ക്യൂസ് ആണ്. നമുക്ക് കുളിക്കാനും ഭക്ഷണം കഴിക്കാനും കക്കൂസ് പോകാനും സമയം കിട്ടില്ല പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഭക്ഷണം കഴിക്കാനും കുളിക്കാനും കക്കൂസ് പോകാനും നമുക്ക് മൂത്രമൊഴിക്കാനും സമയം കിട്ടില്ല പറഞ്ഞാൽ പിന്നെ എന്തിനാ ജീവിക്കണേ? അതൊരു മുടന്തൻ ന്യായം എന്ന് പറയുന്നത്. അതിനെ അംഗീകരിച്ചു തരാൻ പറ്റില്ല.
ചന്ദ്രന് പോണ ആൾക്കാരാണെങ്കിൽ ഭക്ഷണം മൂത്രവും മലം കമ്മിയാക്കുന്ന രീതിയിലുള്ള ഭക്ഷണം അനുസരിച്ച് പോകും, സ്പേസിൽ പോണവരെ. ഇപ്പോൾ നമ്മളിപ്പോൾ ദൂരേക്ക് പോവാണ്, ഹിമാലയൻ ഭാഗങ്ങളിലേക്കും കൈലാസത്തിലേക്കും ഒക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണക്രമം നിയന്ത്രിക്കും, മലമൂത്രങ്ങൾ കമ്മിയുള്ള ഭക്ഷണങ്ങൾ സ്വീകരിക്കും, നട്ട്സ് ഉപയോഗിക്കും. അത് താൽക്കാലികമായിട്ട്. എണ്ണയപ്പ് കുളിയൊന്നും അവിടെ നടക്കില്ല, മറ്റേ ഇതിൽ തെർമൽ വെയർ അഴിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ അവിടെ അങ്ങനെ ഉപയോഗിക്കും. ഒഴിവ് കിട്ടുമ്പോൾ എണ്ണ തേച്ച് കുളിക്കും. അഭ്യംഗമാതിരി നിത്യം എന്നുള്ളത് അവിടെ ചിലപ്പോൾ നടപ്പിലാവില്ല. മാസത്തില് ആഴ്ചയിൽ 2-3 ദിവസം ചെയ്യാൻ പറ്റും, അത് ചെയ്യുന്നില്ലല്ലോ. സോറി, എന്തിനാണ് ലൈഫ് എന്ന് അറിയാൻ ചെയ്യുന്നത്. ഇടയ്ക്ക് എന്റെ ഫോൺ കട്ടായി പോയിരുന്നു, ചാർജ് ഇല്ലായിരുന്നു. സോറി കേട്ടോ, ഞാൻ മിസ് ചെയ്തു കുറച്ച്. അപ്പൊ എണ്ണ തേച്ച് കുളിക്കുന്നത് നല്ലതാണെന്നോ? എണ്ണ തേച്ച് കുളിക്കണം, എന്നാ രോഗമൊന്നും ഉണ്ടാവില്ല, ആരോഗ്യം ഉണ്ടാവും. ഓക്കെ. പാർക്കിൻസൺ ഉണ്ടാവില്ല. പാർക്കിൻസൺ മാത്രമല്ല, വായു ക്ഷയിച്ചുള്ള രോഗം ഉണ്ടാവില്ല. പാർക്കിൻസൺ വാദവൃദ്ധിയാണ്, വാദക്ഷയം കൊണ്ടും വരില്ല. വൃദ്ധിക്ഷയങ്ങള് രോഗസ്തു ദോഷവൈഷമ്യം ദോഷസാമ്യം അരോഗത എന്ന് നമ്മൾ ഒന്നാദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രോഗം എന്ന് പറഞ്ഞ ദോഷവൈഷമ്യമാണ്, ദോഷസാമ്യമാണ് അരോഗത. അപ്പൊ ദോഷവൈഷമ്യവും പാടില്ല, ദോഷവൃദ്ധിയും പാടില്ല, ദോഷക്ഷയവും പാടില്ല. ആണ് ദോഷവൈഷമ്യം എന്ന് പറയുന്നത്. കൂടാനും പാടില്ല. അപ്പൊ അത് കൂടാതെയും കുറയാണ്ട് നിർത്തലാണ് നമ്മുടെ ദിനചര്യ. അതിന് അഭ്യംഗം ഉപയോഗിക്കാം. അഭ്യംഗമാചരേൽ നിത്യം സജരാശ്രമവാദ ദൃഷ്ടിപ്രസാദ പുഷ്ട്യായു സ്വപ്നശ്രവണപാദേഷു തം വിശേഷണശീലയിൽ ഇതനുസരിച്ചാ മതി. 2ാം അധ്യായം പുത്രസ്ഥാനം, അതനുസരിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു സോ മച്ച്. രോഗം വന്നു കഴിഞ്ഞാൽ അതിന്റെ കാരണം മനസ്സിലാക്കിയിട്ട് അതിന്റെ കാരണത്തിനെ ഒഴിവാക്കലാണ് ചികിത്സ. ഇത് ഡോപ്പമൈൻ ബ്രെയിനിലെ ഡോപ്പമൈൻ എന്നുള്ളത് കുറയാണല്ലോ, അതാണല്ലോ ഇത് വരണേ. അത് പറയും. അതെങ്ങനെയാ കുറയണമെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. അതറിയണം ആദ്യം, എന്നാലേ പൂർണ്ണമാവുള്ളൂ. അല്ലെങ്കിൽ എന്താണ് കാര്യമുള്ളത്? ഇപ്പോ വയസ്സാവുകൊണ്ടാണ് രോഗം വരുന്നത് പറഞ്ഞ പോലെയാണത്. ഇതൊരു ഒരു 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 കണ്ടുപിടുത്തല്ല. എന്റെ വൈഫിനും അതേ സെയിം പ്രോബ്ലം ആണ്. ഇപ്പം തുടങ്ങിയിട്ട് ഒരു 1.5 വർഷത്തോളമായി. കാർബോ കഴിക്കുന്നുണ്ട്. 3 ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. ട്രെമ്മർ ചില സമയങ്ങളിൽ കുറയും, ചില സമയങ്ങളുണ്ട്. അത് ഇറ്റ്സ് വെരി എപ്പോഴാണ് നിങ്ങള് ഈ ഗോതമ്പിന്റെ സാധനം ഉപയോഗിക്കുന്ന സമയത്തൊഴിച്ച് ബാക്കി സമയത്ത് കുക്കിങ്ങിന്റെ ഓയിൽ നല്ലെണ്ണയാക്കൂ. ദേഹമാസകൾ നല്ലെണ്ണ കൊണ്ടുള്ള എന്തെങ്കിലും തൈലങ്ങൾ വെച്ച് കുളിക്കൂ. ക്ഷീരബലയോ സഹചരാദിയോ, സഹചരാദി അത് നല്ലത്. സഹചരാദി തൈലം, സഹചരാദി ആവർത്തിയൊക്കെ സേവിക്കുക. തൈലം മുഴുവൻ പെരട്ടി കുളിക്കുക ദിവസവും 1 മണിക്കൂർ. സാറ് അതിനെപ്പറ്റി ഒരു എഴുതി തന്നാൽ നമുക്ക് സൗകര്യമായിരിക്കും. അതിനെപ്പറ്റി വിഷയങ്ങൾ വരും. അത് ഇതിന്റെ പ്രൈമറി കഴിഞ്ഞിട്ട് പറ്റില്ല, അടുത്തതിലേ പറ്റുള്ളൂ. അതെ. നമ്മൾ നേരിട്ട് ഫൗണ്ടേഷൻ ചെയ്യാണ്ട് പെര വാർക്കാൻ പറ്റില്ലല്ലോ. ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് അപ്പൊ ഇപ്പൊ പറഞ്ഞുതരാം. ഒരു രോഗത്തിന്റെ ദോഷങ്ങളെ തുല്യാവസ്ഥയിൽ നിർത്തുകയാണ് ചികിത്സ എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള വാദവൃദ്ധി പാടില്ല, വാദക്ഷയവും പാടില്ല. പിത്തവൃദ്ധി പാടില്ല, പിത്തക്ഷയം പാടില്ല. കഫവൃദ്ധി പാടില്ല, കഫക്ഷയം പാടില്ല. അത് 3 ദോഷങ്ങൾ. അത് രജസ്സും തമസ്സും കൂടാനും കുറയാനും പാടില്ല. രജസ്സും തമസ്സും ഉണ്ടാവാനേ പാടില്ല. തമോ ഗുണം നന്നല്ലല്ലോ, രജോ ഗുണം നന്നല്ല. അപ്പൊ അതിന് സത്വഗുണം വർദ്ധിപ്പിക്കാനുള്ള പ്രയോഗങ്ങളാണ് എല്ലാം ചെയ്യുന്നത്. ഈ ധൈര്യാത്മാതി വിജ്ഞാനം. അപ്പോ അങ്ങനെ വരുമ്പോ നേരത്തെ എഴുന്നേൽക്കുക, എണ്ണ തേക്കുക, കുളിക്കുക. ഇത് പ്രധാനമാണ്. എണ്ണ തേക്കുമ്പോൾ നല്ലെണ്ണ ഉപയോഗിക്കുക.
ആ കയ്യിലും മേലൊക്കെ തേച്ച് കുളിക്കുക. അപ്പൊ അത് രോഗമുള്ള ആൾക്കാരാണെങ്കിൽ ഔഷധങ്ങളെ കൊണ്ട് സംസ്കരിച്ച് തേക്കുക. അപ്പൊ പാർക്കിൻസൺ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്നുകിൽ കാർപ്പാസാസ്താദിയോ സഹചരാദിയോ ബലാതൈലമോ ധന്വന്തരം തൈലമോ ഒക്കെ തലയിലും മേലും തേച്ച് കുളിക്കുക. എന്ന് സഹചരാദിയാണ് കൂടുതൽ നന്നായിരിക്കുക തോന്നുന്നു. ആവർത്തി സേവിക്കും ചെയ്യാം, നെറിലിട്ട് തുറച്ചെടുക്കാം, ബാക്കി ദേഹത്ത് മുഴുവൻ തേച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കുക. അങ്ങനെ വരുമ്പോ ഈ ഇത് കുറയും, ചുമറ് കുറയും, കമ്പം കുറയും. ഇനി പ്രത്യേകിച്ച് ഫുഡുകൾ എന്തെങ്കിലും ഉണ്ടോ നമുക്ക്? ഫുഡുകളാണല്ലോ പറഞ്ഞത്. ഇപ്പൊ അല്ലാതെ മധുരസായിട്ട് അല്ലാതെ നമ്മള് റെഗുലർ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അങ്ങനെ അരി ഭക്ഷണം കഴിക്കാം. എന്റെ ഗോതമ്പാണെന്നുണ്ടെങ്കിൽ കഴിക്കാം, കുഴപ്പമില്ല. നെയ്യ് ഉപയോഗിക്കാം, പശു നെയ്യ്. ഗോതമ്പ് ആവുമ്പോ അതിന്റെ കൂടെ നെയ്യ് ഉപയോഗിക്കുക. അരി ആവുമ്പോ എണ്ണയ്ക്ക് പകരം മറ്റു എണ്ണകൾക്ക് പകരം നല്ലെണ്ണയാക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണ. ഒരു നേരം വെളിച്ചെണ്ണ, ഒരു നേരം നല്ലെണ്ണ, ഒരു നേരം നെയ്യ്. ഗോതമ്പ് പാടില്ല. നെയ്യ് ഹാർട്ട് പ്രോബ്ലം ഉള്ളവർക്ക് പറ്റുമോ? എല്ലാവർക്കും പറ്റും. നല്ല ശുദ്ധമായ നെയ്യാണെങ്കിൽ ഹാർട്ടിന് നല്ലതാണ്. അങ്ങനെ പേടിച്ച് ഭക്ഷണം കഴിച്ചാൽ അവർക്ക് അത് കൂടുള്ളൂ. നല്ല ശുദ്ധമായ തൈര് കടഞ്ഞ് വെണ്ണെടുത്ത് അത് ഉരുക്കി വെക്കുന്ന നറുനെയ്യില്ലേ, ആ നെയ്യ് ഹാർട്ട് ചെയ്യുള്ളൂ, ദോഷം ചെയ്യില്ല, കൊളസ്ട്രോൾ ഉണ്ടാക്കില്ല. കേട്ടുവാ? പിന്നെ ഭക്ഷണം ഈ മറ്റേ ഡ്രൈ ആയിട്ടുള്ള പഴയതോ പുനഃതപ്തമായിട്ടുള്ള തൈര് ഉപയോഗിക്കാൻ പാടില്ല. വീണ്ടും ചൂടാക്കിയുള്ള കഴിക്കാൻ പാടില്ല. ഈ നെയ്യ് നമ്മുടെ ഹോൾ ഫുഡ്സില് ഓർഗാനിക് ഘീ കിട്ടും, റിയലി ഗുഡ്. അല്ല ശരിക്കും അത് വെണ്ണ എടുത്ത് ചെയ്യുന്നതാണ്. അതിൽ എഴുതിയിട്ടുണ്ടല്ലോ. നല്ല നെയ്യ് അവിടെ കിട്ടും. കിട്ടും. ഇത്തിരി വില കൂടുതലാണ്. വില കൂടുതലാണ്. ഇവിടെ അതെ, നല്ല വിലയാണ്. പേരൊന്നും കൂടെ പറയോ? ഓർഗാനിക് ഘീ, ഹോൾ ഫുഡ്സില്. ഹോൾ ഫുഡ്സ് എന്ന കടയുടെ പേര്. ഓർഗാനിക് ഘീ. ഓർഗാനിക് ഘീ. ഈ പതാഞ്ജലിയുടെ നെയ്യ് കണ്ടു പ്രാവശ്യം ഇന്ത്യൻ സ്റ്റോറി പോയപ്പോ. അതെങ്ങനെ ഉണ്ടാവോ? പതാഞ്ജലി ബ്രാൻഡ്. പതഞ്ജലി അതന്നെ. പതഞ്ജലി എല്ലാം പൊതുവെ നല്ലതാണ്, പക്ഷെ എനിക്ക് വലിയ ഹോൾ ഫുഡ്സ് ആവും കുറച്ചും കൂടി നല്ലത്. പൊതുവെ മായമൊന്നും ഇല്ലാത്തതാണ് പതഞ്ജലി. ഞാനത് വാങ്ങി നോക്കി. അത് നല്ല ഒരു 10-40 കൊല്ലം മുമ്പ് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയ നെയ്യിന്റെ ടേസ്റ്റ് തോന്നി. ഞാൻ ഒരു സ്പൂൺ എടുത്ത് വായിൽ വെച്ച് നോക്കിട്ട്. അപ്പൊ അത് കുഴപ്പമുണ്ടാവില്ല അല്ലെ? തോന്നുന്നു. എനിക്ക് ബാബാ രാംദേവിന്റെ അല്ലേ ഓക്കെ. അല്ലെങ്കിൽ പിന്നെ ഹോൾ ഫുഡ്സ് അല്ലേ? അതെ. ഓക്കെ. ഇവിടെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ അവരുടെ നല്ല നെയ്യ് കിട്ടും. ഇവിടെ കിട്ടുന്ന ഹരേകൃഷ്ണയില് അത് വാങ്ങിച്ചിട്ടുണ്ട്. വൃന്ദാവനില് പോയിട്ട് ഒരിക്കൽ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല നെയ്യ് കിട്ടും. വൃന്ദാവനില് അവിടെ നിന്ന് വലിയൊരു കുപ്പി ഒരുക്കി. അത് നല്ല നെയ്യായിരുന്നു. നല്ല നെയ്യാണത്. അത് അവര് അവിടുത്തെ പശുവിന്റെ ദീന്ന് എടുക്കണതാണ്. അവിടെ വലിയ ഗോശാല ഉണ്ടല്ലോ. നമ്മള് പോയി കണ്ടിരുന്നു. അവര് പാല് കറക്കണതും അവരുണ്ടാക്കണ നെയ്യും പിന്നെ അതുകൊണ്ട് ഉണ്ടാക്കണ സാധനങ്ങളും ഒക്കെ കണ്ടിരുന്നു അവിടെ പോയിട്ട്. ഞങ്ങള് വെർജീനിയയിലുള്ളപ്പോ അതന്നെ അവിടുന്ന് ഗോൾഡൻ പാലസ് അവിടെ പോയിരുന്നു. അപ്പൊ അവിടുന്ന് വലിയൊരു കുപ്പി. നല്ല ലാഭമാണല്ലോ നമ്മള് നേരിട്ട് പോയി വാങ്ങിക്കുമ്പോ. സാധാരണ ഇന്ത്യൻ സ്റ്റോറി വരുമ്പോ ഭയങ്കര പൈസയാ അതിന്. പക്ഷെ നമ്മളെ വൃന്ദാവനിൽ നിന്ന് വാങ്ങിക്കുമ്പോ വലിയ കുപ്പി നല്ല ലാഭം. എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങിച്ച ഏറ്റവും വലിയ കുപ്പിക്ക് അന്ന് $25 എത്രയോ കൊടുത്തിട്ടാ ഞാനന്ന് വാങ്ങിച്ചത്, ഒരു 4-5 വർഷം മുമ്പ്. നല്ല നെയ്യായിരുന്നു അത്. ഞാൻ ഉഷയുടെ നമ്പർ PSL വാങ്ങിച്ചിട്ടൊന്ന് വിളിക്കാം. വൈഫിനെ ഒരു ദിവസം വിളിക്കാം. ഞാൻ ഗ്രൂപ്പിൽ ഇടാം, ഫോട്ടോ
ഇത് തുല്യദുഃഖത്തിന് സംസാരിക്കുമ്പോ ആ അതെ Yeah. നെയ്യ് ധൈര്യമായിട്ട് ഉപയോഗിക്കാം, ഹാർട്ടിന് കുഴപ്പമൊന്നും വരില്ല കേട്ടോ. പുള്ളിക്കാരന് ഒരു സ്റ്റെന്റ് ഉണ്ടേ, സ്റ്റെന്റ് ഉണ്ടായിരുന്നു, സ്റ്റെന്റ് ഉണ്ടായിരുന്നു. ഒരു ദോഷം സ്റ്റണ്ട് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നും വരില്ല കേട്ടോ. അതൊരു മെക്കാനിക്കൽ ഡിഫക്ട് റെക്ടിഫൈ ചെയ്ത് ഒരു പ്ലംബർ ചെയ്യണ പണിയാണത് സ്റ്റണ്ടുകളിലൊക്കെ. അത്രേ ഉള്ളൂ, വലിയ കാര്യം. പിന്നെ ഇപ്പഴീ മൂവ്മെന്റ് ഒക്കെ കാര്യം നടക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിലും, പക്ഷെ നേരത്തെ സ്വിമ്മിങ്ങിനൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ കോവിഡ് ആയതുകൊണ്ട് സ്വിമ്മിങ് ഒന്നും പോകാൻ പറ്റില്ല. അതേ നല്ലൊരു എക്സസൈസ് ആയിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഇരുന്നൊക്കെ വണ്ണമൊക്കെ വെണ്ണമൊക്കെ കുറച്ചിരുന്നെങ്കിൽ തന്നെ കുറെ വ്യത്യാസം വന്നായിരുന്നു. ദിവസം ഒരു 3 മൈൽ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, നല്ല വ്യത്യാസം. ഞങ്ങള് വെളിയില് നടക്കാൻ പോവാറുണ്ട്. എന്നാലും നല്ല ഒരു 3-4 മൈൽ നല്ല സ്പീഡിൽ നടക്കണം. അത്ര നടക്കാൻ പറ്റില്ല. കുറച്ചാ മതി, വെറുതെ ഇരിക്കുമ്പോ ഭക്ഷണം കുറച്ചാ മതി. ഭക്ഷണത്തിന് വണ്ണമുള്ള നേരത്തെ പുള്ളിക്കാരൻ മൈ വൈഫ് ഒരു വണ്ണമുണ്ട്. ആഹാരമൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ് കഴിക്കുന്നത്. അത്ര ആ രീതിയിൽ അല്ലേ ഇവിടെ ആൾക്ക് പിന്നെ എന്താണ് നല്ല വിശപ്പുണ്ട്, അതാണ്. വിശപ്പുണ്ടെങ്കിൽ അതിന് വെള്ളം കുടിക്കുക ജാസ്തി. അതെ, മല്ലിയൊക്കെ ഇട്ട് വെള്ളം, അങ്ങനെ ഞങ്ങള് ചൂടുവെള്ളമാണ് കഴിക്കാറ്. ചൂടുവെള്ളം മാത്രം പോരാ, നല്ല തിളപ്പിക്കണം, ഒരു 1 മണിക്കൂർ തിളപ്പിക്കണം, എന്നിട്ട് കുടിക്കുക. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ വീട്ടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടക്കുക, പൊട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക, ദ്രാവക രൂപത്തിൽ കഴിക്കുക. വിശപ്പ് വരുമ്പോ എന്തേലും വെള്ളം, കുറച്ച് ദ്രാവക രൂപത്തിലുള്ള വെള്ളം കുടിച്ചാൽ മതി. നോൺ വെജ് ഒക്കെ ഒഴിവാക്കുക. മലർക്കഞ്ഞി കുടിക്കുക, എന്നാൽ തടി കൂടില്ല. മലർക്കഞ്ഞി? മലര് മലര് എങ്ങനെ സാർ മലർക്കഞ്ഞി? മലരിട്ട് വേവിച്ച് കഞ്ഞി കുടിക്കാൻ, ആ വെള്ളം കുടിക്കാൻ, അത് കഴിക്കുക. മലര് പറഞ്ഞ മനസ്സിലായി? കളഞ്ഞ് തടി തന്നെ പോകും. ശരി, വേറൊന്നും കഴിക്കണ്ട. ഉമി മാത്രല്ലേ കളയുള്ളൂ, അതിലത്തെ തവിട് കളയുന്നില്ലല്ലോ. ഇല്ല. അപ്പൊ മലര് വളരെ വിശിഷ്ടമാണ്. അത് തന്നെയാണ് ഇവിടെ ഇവിടുത്തെ ഭാരതീയ സംസ്കാര പ്രകാരം അത് പൂജയ്ക്ക് യോഗ്യമാണ്. അമ്പലത്തിൽ, ക്ഷേത്രങ്ങളിൽ പ്രസാദമായിട്ട് ഉപയോഗിക്കും മലർ നിവേദ്യം. അപ്പൊ അവലോ സാറേ? അവല് കുറച്ചുകൂടി ഗുരുവാണ്, ഹെവിയാണ്. അവല് ഹെവിയാണ്, മലര് ലഘുവാണ്. ഒന്ന് ഗുരു, ഒന്ന് ലഘുവാണ്, അതാ മാറ്റം. രണ്ടും ഒരേ ഒറിജിനാണ്, ഒരേ ധാന്യത്തിൽ എടുക്കണതാണ്. ഒന്ന് ലഘു, ഒന്ന് അതിന്റെ ഗുരുവാണ്. അപ്പൊ ഈ തടിയുള്ള ആൾക്കാർക്കും ഹാർട്ടിന് അസുഖമുള്ളവർക്കും നല്ലത് മലരാണ്, അവലല്ല. അവലെപ്പോഴും കഴിക്കാം, അവരോട് ഉപ്പാണ്ടായി കഴിച്ചോളും, കുഴപ്പമില്ല. നമ്മള് ശർക്കരയൊക്കെ ഇട്ട് അവല് നനച്ച് മലരോട് കഴിച്ചോളും. കൂടെ നല്ല നാളികേരം, അതൊക്കെ ഉണ്ട്, കഴിക്കാം. മലര് മാത്രം കഴിക്കാം, ഒരു കുഴപ്പമില്ല, വയറ് നിറച്ച് കഴിക്കാം. മലര് അങ്ങനെ കഴിക്കാറില്ല സാറേ. നമ്മള് പൂജയ്ക്കൊക്കെ വെക്കുന്നുണ്ട്, പ്രസാദമായിട്ട് വെക്കുന്നുള്ളൂ. അല്ലാതെ നമുക്ക് ഭക്ഷണമായിട്ട് അങ്ങനെ ഇതൊരു ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ ഐറ്റമായിട്ട് ഇതൊരു ഭക്ഷണമായിട്ട് ഉപയോഗിച്ച് നോക്കൂ. തടി ഉണ്ടാവും. റഫറൻസ് അഷ്ടാംഗ 14-ാം അധ്യായം, ജീവിതോപക്രമണീയം റഫറൻസ്. നമ്മുടെ ദൈവവിഭാഷ ചികിത്സ എന്നുണ്ട്, ചികിത്സയുണ്ട് ആയുർവേദത്തിലെ. അതിന്റെ ഭാഗമായിട്ട് വരുന്ന മലരൊക്കെ കയ്യിൽ വരുന്ന മലരുടെ കയ്യിൽ വരുന്ന മലരൊക്കെ വളരെ വിശിഷ്ടമാണ്. അപ്പൊ ഈ തൈറോയ്ഡ് രോഗങ്ങൾക്ക് നല്ലതാണ്. ക്ഷാമകണ്ഠസ്ഥ്യദേഹിന, തൈറോയ്ഡ് രോഗങ്ങളൊന്നും ഉണ്ടാവില്ല മലര് ഉപയോഗിച്ചാൽ. ഡെയിലി കുട്ടികൾക്ക് ഒരു നേരം മലർക്കഞ്ഞി കൊടുത്തു നോക്കൂ. പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും നല്ല ലാവണ്യം ഉണ്ടാവും, തടി കൂടില്ല, ഫാറ്റ് വരില്ല, തൊണ്ടരോഗങ്ങൾ ഉണ്ടാവില്ല, ഇമ്പോർട്ടൻസി ഉണ്ടാവില്ല, ഹോർമോൺ ഇൻബാലൻസ് വരില്ല. അത് ഗ്യാരണ്ടിയാണ്.
അത്രയൊക്കെ പോരെ അതെ. ആയുർവേദത്തിന് ഇതിലും അത് പ്രോമിസാണ്. ശാസ്ത്രജ്ഞന്മാരുടെ പൂർവാചാര്യന്മാരുടെ ഡൊണേഷനാണ് ഈ വരും ജനറേഷനുള്ളത്. അത് നമുക്ക് അറിയാണ്ട് പോയ നമ്മുടെ കുറ്റാണ്. നമ്മളെ വീട്ടിലെല്ലാം ഉണ്ട്. എന്റെ ശിവൻ ഭിക്ഷയ്ക്ക് നടന്ന ഒരു കവി എഴുതി, പള്ളിപ്പിച്ചക്കെഴുന്നള്ളരുത് പരിവോ കാട് വെട്ടിത്തെളിച്ച വള്ളിക്കുന്നിൽ കൃഷി ചെയ്വതിനും ഭൂതസാർത്ഥം സമൃദ്ധം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു കവി രചിക്കപ്പെട്ടു. അത് നമുക്ക് വേണ്ടി എഴുതിയതാണ്. നമ്മൾ പള്ളിപ്പിച്ചയ്ക്ക് പോവാ. നമ്മുടെ വീട്ടിലുണ്ട് അരിവെത്താധിപൻ തൊട്ടുള്ളോരി നെൽകൃഷിക്കോപ്പുകൾ അഖിലം അധീനത്തിലുണ്ടായിരിക്കെ പള്ളിപ്പിച്ചക്കെഴുന്നള്ളരുത് പരിവോ വെട്ടിത്തെളിച്ച വള്ളിക്കുന്നിൽ കൃഷി ചെയ്വതിനും ഭൂതസാർത്ഥം സമൃദ്ധം എന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾക്ക് എല്ലാം ഉണ്ട് ഇവിടെ. പക്ഷെ നമുക്ക് അറിയില്ല. നമ്മൾ പിന്നെയും പിച്ചയ്ക്ക് പോവാണ്, പള്ളിപ്പിച്ചയ്ക്ക് പോവാണ്. എല്ലാം ഉണ്ട്, നമ്മൾ ഉപയോഗിക്കുമെന്ന് അതിന്റെ അർത്ഥം. ഇന്നർ മീനിങ് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുക കവി ആ രൂപത്തില്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അതൊക്കെ ചെറുപ്പത്തില്, മറന്നുണ്ടാവും. അതാണത്. ഇനിയിപ്പോ എന്താ ചോദ്യങ്ങളുണ്ടോ? ഇനി എന്തെങ്കിലും? ആയുർവേദത്തിലെ ഈ മെറ്റാബോളിക് സിൻഡ്രോം അതിനെന്താ പറയാ? അതിന് വല്ല ചികിത്സ എന്തെങ്കിലും ഉണ്ടോ? എന്താണ് മെറ്റാബോളിക് സിൻഡ്രോം വെച്ചാല് മെറ്റബോളിസിൽ വരുന്ന സിൻഡ്രോംസ് എന്ന ലക്ഷണങ്ങൾ അർത്ഥമുള്ളൂ. നമ്മള് പരിണാമത്തിൽ വരുന്ന ലക്ഷണങ്ങള്, അത് രോഗമല്ല, അതൊരവസ്ഥയാണ്. അവസ്ഥ. ഓക്കെ. കുഷിംഗ് സിൻഡ്രോം, അതേപോലെ അങ്ങനത്തെ ഒരു രോഗമുണ്ട്, പലതും ഉണ്ട്. മെയിൽ ഫീമെയിൽ ആവല്, ഓരോ സിൻഡ്രോംസ് വേറെയാണല്ലോ. ലക്ഷണങ്ങളുടെ അർത്ഥം പിന്നെ അത് കൂടിയിട്ടാണ് ഡയബറ്റീസ് അത് ഇതൊക്കെ ആയിട്ട് മാറണത് അല്ലേ? എല്ലാ മെറ്റബോളിസത്തിൽ വരുന്നതാണ് എല്ലാ രോഗവും. അതാണ് ധാതു വൈഷമ്യം. വേറൊരു ഭാഷ ഉപയോഗിച്ചു ഇവിടെ മാത്രം. മറ്റ് ഇംഗ്ലീഷ് ഭാഷയിൽ അതിന്റെ മെറ്റബോളിസം എന്ന് പറഞ്ഞുകൊണ്ടേ അതിന്റെ സിൻഡ്രോംസ്, മെറ്റബോളിസത്തിൽ വരുന്ന പരിണാമത്തിൽ വരുന്ന ലക്ഷണങ്ങളെ എന്നർത്ഥം. അപ്പൊ പരിണാമത്തിലുള്ള മാറ്റങ്ങളെ കൊണ്ടാണ് പ്രമേഹം ഉണ്ടാവുന്നത്, മനോരോഗങ്ങൾ ഉണ്ടാവുന്നതിലാണ്, മനസ്സിലെ പാർക്കിൻസൺ ഉണ്ടാവുന്ന അങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണ്. സംശയം എന്താ? ഈ രോഗം ഈ കുറെ ഇരുന്നിട്ട് വർക്ക് ചെയ്യണവർക്ക് വരുന്നതാണ്. അവർക്ക് വയറ് കൂടും, കൊളസ്ട്രോള് കൂടും. നമ്മൾ ധാതു പരിണാമത്തിന് വരുന്ന ഒരു വൈഷമ്യമാണത്. അതുകൊണ്ടുണ്ടാവുന്ന ലക്ഷണങ്ങളാണ് അതേ. മെറ്റബോളിസം എന്താണ്? മെറ്റബോളിസത്തിനെ എങ്ങനെ തരംതിരിക്കണത്? നിങ്ങൾ എന്താ ജോലി? ഞാൻ സോഫ്റ്റ്വെയർ ആണ്, ഇരുന്നിട്ടുള്ള ജോലിയാണ് കൂടുതൽ. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ അതിനെ രണ്ടായി തിരിക്കുന്നുണ്ട്, അനാബോളിസം ആൻഡ് കറ്റാബോളിസം. കറ്റാബോളിസം ഡിസ്ട്രക്റ്റീവ് പ്രോസസ് ആണ്, അനാബോളിസം കൺസ്ട്രക്റ്റീവ് പ്രോസസ് ആണ്. കറ്റാബോളിസം കുറയ്ക്കാനാണ്. അപ്പൊ അതിന്റെ അർത്ഥം അതാണ്, മെറ്റബോളിസത്തിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നത്. അനാബോളിസം ആൻഡ് കറ്റാബോളിസം. കറ്റാബോളിസം ഇസ് എ ഡിസ്ട്രക്റ്റീവ് പ്രോസസ് ആൻഡ് അനാബോളിസം ഇസ് കൺസ്ട്രക്റ്റീവ് പ്രോസസ്. അങ്ങനെയാണത്. അപ്പൊ അതൊരു അതൊരു രോഗമൊന്നല്ല, ഒരു പൊതു സമൂഹങ്ങളാണ്. അത് നമ്മുടെ കയ്യിരിപ്പ് മോശമുണ്ടാവുന്നതാണ്, താന്തോന്നിത്തം കൊണ്ട് ഉണ്ടാവുന്നതാണ്. അതാണ് മലയാളത്തിൽ പറയാം. അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലേ? ഓം ശാന്തിരന്തരിക്ഷം ശാന്തി, പൃഥിവീ ശാന്തി, രാപശാന്തി, ഔഷധേ ശാന്തി, വനസ്പതേ ശാന്തി, വിശ്വേ ദേവാ ശാന്തി, ബ്രഹ്മശാന്തി, സർവഖം ശാന്തി, ശാന്തിരേവ ശാന്തി, സാമാം ശാന്തിരേതി. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും ശുഭരാത്രി. സേതുമാധവജിക്ക് ശുഭദിനം.